പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഏറിയ കൃപകൾക്കായി സ്തോത്രം. നീ കൂട്ടിവരുത്തിയ ജനത്തിനായി സ്തുതിക്കുന്ന കർത്താവ്, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തിരുവെഴുത്തുകളെ ധ്യാനിപ്പാൻ തക്കവണ്ണം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തിൻ്റെയും ആത്മീയ ചെവികളെ കർത്താവ് തുറക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് തന്നെ പൂർണ്ണ കർത്തൃത്വം ഏറ്റെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇനിയും കടന്നു വരുവാനുള്ള ജനത്തെ കർത്താവ് കൂട്ടിവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ഉന്നതമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവ്, നിന്റെ ശക്തി കർത്താവ് ഉന്നതമായി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികളെയും പരിസരങ്ങളെ അവരുപയോഗിക്കുന്നതായിട്ടുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ നിന്റെ പ്രായശ്ചിത്ത രക്തം കൊണ്ട് മുദ്രയിട്ട് സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തിയാട്ടെ. തിരുവഴുത്തുകളുടെ പൊരുള് കർത്താവിൻ്റെ ആത്മാവ് തിരിച്ചു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിന്റെ സ്നേഹത്തെ, നിന്റെ പുനരുദ്ധാന ശക്തിയെ ഇന്ന് ശബ്ദം കേൾക്കുന്ന ഇനി വരുവാണ് ദിവസങ്ങൾ കേൾക്കുന്ന ഓരോ വ്യക്തികളും അവിടെ സോളിൽ രുചിച്ചറിവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. താങ്ക് യു. ഞാനിത് ഷെയർ ചെയ്തോട്ടെ. ഒരു സെക്കൻഡ്. സ്തോത്രം. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു റോമാലേഖനത്തെ ആസ്പദമാക്കി ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം. ആക്ച്വലി ഇന്ന് 12th ഡേ ആണ്, എങ്കിലും 11th ഡേയുടെ സബ്ജക്റ്റുമായിട്ടൊരു കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇന്നലെ ഫ്രൈഡേ എടുത്ത ക്ലാസ്സിന് ജസ്റ്റ് ഒന്ന് വായിച്ച് കടന്നു പോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. എന്നാൽ മാത്രമേ ഇന്നത്തെ കാര്യം മനസ്സിലാക്കുകയുള്ളൂ. നമ്മൾ റോമാലേഖനത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ തീം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള സൗജന്യ നീതീകരണം എന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ 2 ക്ലാസ്സുകളിൽ, ഇന്നലെ കഴിഞ്ഞതും ഇന്നത്തെ ക്ലാസ്സിലും, വിശ്വാസിയുടെ സൗജന്യമായ നീതീകരണം എങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ കണക്കിടുന്നു, ഹൗ ദ റൈഷ്യസ്നെസ് ഓഫ് ക്രൈസ്റ്റ് ഇംപ്യൂട്ടഡ് ടു ദ ബിലീവർ. ക്രിസ്തീയ ഗോളത്തിൽ അനേകർ വിശ്വസിച്ചിരിക്കുന്നത് യേശുവിനെ ചരിത്രപരമായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും അവൻ്റെ അറ്റോൺമെൻറ്റ് അല്ലെങ്കിൽ കഷ്ടാനുഭവം വിശ്വസിക്കുകയാണെങ്കിൽ സൗജന്യമായിട്ട് നീതീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ പ്രവൃത്തിയൊന്നുമില്ലാതെ ഹിസ്റ്റോറിക്കൽ നോളേജിനാൽ നീതീകരിക്കപ്പെടുന്നു എന്നാണ് മിക്കവാറും ക്രിസ്ത്യൻഡത്തിൽ, ഈവൻ പെന്തിക്കോസ്റ്റിൽ തന്നെ അനേക പാസ്റ്റർമാരും പഠിപ്പിക്കുന്നത്. അതിനാണ് അബ്രാഹാമിൻ്റെ കാര്യം 4-ാം അധ്യായത്തിൽ പോൾ വിശദീകരിച്ചിരിക്കുന്നത്. സ്തോത്രം. വിശ്വസിച്ചത് താൻ പ്രവൃത്തിയിൽ കൂടെ സാക്ഷീകരിച്ചു. സ്തോത്രം. അത് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡ് മുമ്പ് എടുത്തിരുന്നു. അപ്പോൾ വിശ്വാസിയുടെ പ്രവൃത്തി നമ്മൾ കഴിഞ്ഞ റോമാലേഖനം ചാപ്റ്റർ 7 നമ്മൾ ചിന്തിച്ചിരുന്നു. നാച്ചുറലായിട്ട് നാം അനുസരണക്കേടിൻ്റെ മക്കളായതുകൊണ്ട് നമുക്ക് ദൈവത്തെ അനുസരിക്കാൻ സാധ്യമല്ല. നമ്മൾ സെൽഫ് ഉള്ളിടത്തോളം, സെൽഫിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചതാണ്. സ്തോത്രം. അപ്പോൾ നമ്മൾ സെൽഫ് വസിക്കുന്നിടത്തോളം നാം എപ്പോഴെല്ലാം ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നാലും ഡിവൈൻ ലോ നമ്മളെ കുറ്റം ചുമത്തും. നിൻ്റെ സെൽഫിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് നീ വരുന്നത്. നിൻ്റെ സ്നേഹം ഒറിജിനൽ അല്ല, ഡിസ്ഇൻട്രസ്റ്റഡ് ലവ് അല്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സെൽഫ് ഉള്ളത് കൊണ്ട് നിത്യമായ മരണം വിധി നമ്മുടെ മേൽ ചുമത്തിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. ഇതാണ് വിശ്വാസിയായാലും അവിശ്വാസിയുമായാലും ഡിവൈൻ ലോ എപ്പോഴും നിത്യമായ മരണശിക്ഷ ചുമത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ നമ്മുടെ സെൽഫിനെ റിനൗൺസ് ചെയ്ത് നമുക്ക് അവിടെ 7-ാം അധ്യായത്തിൽ പോൾ പറഞ്ഞ വിശ്വാസത്തിൽ അല്ലെങ്കിൽ കൃപയിൽ വരുന്നതിനുമുള്ള മുമ്പുള്ള പ്രവൃത്തിയാണ് 5-ാം വാക്യം തുടങ്ങി ചാപ്റ്റർ 7 വേഴ്സ് 5 ഓൺവേഴ്സ് പറയുന്നത്. നാം ജഡത്തിലായിരുന്നപ്പോൾ എന്ന പ്രവൃത്തി പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ന്യായപ്രമാണം കടന്നു വന്നപ്പോൾ നമ്മൾ ഒളിഞ്ഞിരുന്നിട്ടുള്ള പാപം തലപൊക്കി, നന്മയ്ക്ക് വേണ്ടി തന്നിരുന്ന ആ ലോ അതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതായിട്ടുള്ള പാപം
നമ്മെ മരണത്തിന് അടിമകളാക്കി തീർത്തു. അതാണ് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമെന്ന് പറയുന്നത്. അതിൽ നിന്ന് യാതൊരു പ്രവൃത്തിയിൽ കൂടെയും രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. ഞാൻ നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്ര ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നുവെങ്കിലോ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ എന്ന് ഇപ്പോൾ വിശദീകരിച്ച് പറയുകയാണ്. ഞാൻ അരിഷ്ട മനുഷ്യൻ. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ടാണ് നമുക്കത് മനസ്സിലാക്കി തരുന്നത്. അതാണ് പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയിലും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത്. ആ സമയത്തൊക്കെയും തീവ്രമായ ഒരു തീയുടെ അനുഭവമായിരിക്കും. പല പല ആശ്രയങ്ങൾ, നമ്മുടെ പഴയ ആശ്രയമൊക്കെ ശ്രമിച്ചു നോക്കും, അതെല്ലാം ഫെയിലാണെന്ന് കാണും. മരണം മുഖാമുഖം നിൽക്കുന്നത് അനുഭവപ്പെടും, സോളിൽ വെളിപ്പെടും. അപ്പോൾ മാത്രമേ നമ്മുടെ സോള് ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ ആഗ്രഹിക്കുകയുള്ളൂ, അവൻ്റെ പ്രായശ്ചിത്വത്തിൽ വിശ്വസിക്കുകയുള്ളൂ. ഉടനെ പരിശുദ്ധാത്മാവ് നമ്മുടെ സോളിൽ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തി വെളിപ്പെടുത്തിയിട്ട് നമ്മളോട് പറയും, നമുക്ക് ഒരു ഇൻറ്റ്യൂഷൻ തരും, ഇവനെ സ്വീകരിച്ചു കൊള്ളുക. ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അത് സംഭവിക്കും. അങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്. അപ്പോഴാണ് വീണ്ടും ജനനം നടക്കുന്നത്. ഇനി വീണ്ടും ജനനം പ്രാപിച്ച ആ വിശ്വസിച്ചുകൊണ്ട് ആണല്ലോ വീണ്ടും ജനനം പ്രാപിക്കുന്നത്. ആ വിശ്വാസത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയുടെ അടുത്ത പ്രവൃത്തി എന്താണ്? അപ്പോൾ നാം ജഡത്തിലായിരിക്കുമ്പോൾ നമുക്ക് അനുസരണക്കേടിൻ്റെ മക്കളെന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നമുക്കൊരു ഓഫർ തരികയാണ്. നിന്റെ പ്രാണന്റെ ഹസ്ബൻഡായിട്ട് നീ എന്നെ ഹൃദയത്തിൽ സ്വീകരിക്കുക. അല്ലെങ്കിൽ നിനക്കൊരു ഓപ്ഷനുണ്ട്, നിനക്ക് സാധിക്കുമെങ്കിൽ ഡിവൈൻ ലോ പൂർണ്ണമായും അനുസരിച്ചോ നിനക്ക് തന്നെത്താൻ നീതിക്കപ്പെടുമോ പറ്റുമോ ശ്രമിക്കുക. അപ്പോൾ പറയുന്നത് അസാധ്യമാണ്. അപ്പം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു ഒരു ഓഫർ തരികയാണ്. നീ എന്നെ നിന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ചാൽ ഞാൻ നിന്റെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നിന്നെ ഞാൻ പൂർണ്ണ അനുസരണത്തിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം. സ്വർഗത്തിൽ ഡിസൊബീഡിയൻസിന് സ്ഥാനമില്ല. അത് ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നാം ക്രിസ്തുവുമായിട്ട് അനുസരണത്തിൽ ഒന്നായിത്തീരണം. അങ്ങനെ ആ അനുസരണത്തിൽ ഒന്നായിത്തീരുന്നതിൻ്റെ ആദ്യത്തെ പ്രവൃത്തിയാണ് അവൻ്റെ കൽപ്പനയാവുന്ന വിശ്വാസ സ്നാനം സ്വീകരിക്കുക എന്നുള്ളത്. ഇവിടെയാണ് അനേക വ്യക്തികൾ ഈ സ്നാനത്തെക്കുറിച്ച് സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ്സ് എ ഫസ്റ്റ് കമാൻഡ്മെന്റ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം ആദ്യമായിട്ട് പറയുന്ന കമാൻഡ്മെന്റ് അതാണ്. സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിച്ച് നടക്കാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുകയും. അപ്പം ഈ ഒരു സബ്ജക്റ്റിൽ ആദ്യമായിട്ട് നാം ചിന്തിച്ചത് തെറ്റായ ഉപദേശങ്ങൾ എന്തൊക്കെയാണ്. ഇന്നലെ ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഞാൻ ശിശു സ്നാനം ഏറ്റതാണ്, എനിക്ക് ഇനി വീണ്ടും വിശ്വാസ സ്നാനം ഏൽക്കണമോ? അപ്പോൾ ഈ ശിശു സ്നാനത്തിൻ്റെ ഉത്ഭവം എവിടെയാണ്, അതെങ്ങനെയാണ് ക്രിസ്തീയ ഗോളത്തിൽ കടന്നു വന്നതിനൊക്കെ ഈ സ്ലൈഡുകൾ ഞാൻ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ PDF ഫയൽ അയക്കുന്നതായിരിക്കും. നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക. ഇത് യേശു ക്രിസ്തുവിന് മുമ്പേ തന്നെ ജാതികൾ ആചരിച്ചു കൊണ്ടിരുന്ന ഒരു ആചാരമായിരുന്നു. ഓരോരോ കൺട്രിയിലും അതാത് കൺട്രിയിൽ പാഗൻസ് അല്ലെങ്കിൽ ജാതികൾ ആചരിച്ചു കൊണ്ടിരുന്നതാണ്. റോമൻ കാത്തലിസം AD 325 ശേഷം, അതിനെ കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അത് അഡപ്റ്റ് ചെയ്തത്. ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ 13th സെഞ്ച്വറി വരെയും വിശ്വാസ സ്നാനം, ശിശു സ്നാനമല്ല വിശ്വാസ സ്നാനം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എവിടെ നിന്ന് കടന്നു വന്ന് ഹിസ്റ്ററിയും ബൈബിളും എല്ലാം കൂടെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഞാൻ നിൽക്കുന്നില്ല. മറ്റൊന്നാണ് പറുദീസിൽ, അതായത് യേശു ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ട കള്ളൻ, അവന് കർത്താവ് തന്നെ ഒരു വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്, ഇന്ന് രാത്രി നീ എന്നോടുകൂടെ പറുദീസിലായിരിക്കും. ആ മനുഷ്യൻ സ്നാനപ്പെട്ടില്ലല്ലോ, അവൻ പറുദീസിൽ പോകാൻ യേശു ക്രിസ്തു തന്നെ അനുവാദം കൊടുത്തുവെങ്കിൽ നിങ്ങൾ ആരാണ്? അപ്പൊ പുതിയ നിയമത്തിന്റെ സ്നാനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും ഏകീഭവിക്കുന്നതാണ്. ഈ നല്ല കള്ളന് ഈ പ്രോമിസ് കൊടുക്കുന്ന സമയത്ത് യേശുക്രിസ്തു മരിച്ചിട്ടില്ല. അപ്പോൾ പുതിയ നിയമത്തിന്റെ സ്നാനം അല്ലെങ്കിൽ പുതിയ നിയമ വിശ്വാസിയുടെ സ്നാനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും കൂടെ അനുരൂപരാകുന്നതാണ്. ഐഡന്റിഫൈ വിത്ത് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്, ബറിയൽ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ റിസറക്ഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. അത് നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് വിശദീകരിച്ചു. മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ്, യേശു ക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാര് വിശ്വാസ സ്നാനം, വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം ഏറ്റുവോ, അല്ലെങ്കിൽ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റുവോ എന്നുള്ളത്. ഇതിന് സെയിം ആൻസർ തന്നെയാണ്.
പുതിയ നിയമ സ്നാനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും ഏകീഭവിക്കുന്നതാണ്. ഇതിനെല്ലാം റോമാലേഖനത്തിൽ നിന്ന് വളരെ വ്യക്തമായി ക്ലാസ്സിൽ ഇന്നലെ ചർച്ച ചെയ്താണ്. ഇതിന്റെ വീഡിയോ ഇന്നലെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പുതുതായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഇതിന്റെ 11th ഡേയുടെ ക്ലാസ് കേൾക്കാൻ നല്ലതായിരിക്കും. അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനാണ് സ്തോത്രം, അല്ലെങ്കിൽ യേശുക്രിസ്തു പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്ന 2 ഭൗതികമായിട്ട് ആചരിക്കുവാൻ തന്നിരിക്കുന്ന 2 കൽപ്പനയാണ്. ഒന്ന്, വിശ്വാസ സ്നാനം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഒബീഡിയൻസ് ടു ക്രൈസ്റ്റ്. ഞാൻ പറഞ്ഞ വഴി ചിത്രങ്ങളിൽ കാണിക്കുന്നത് ഈ ലോക മനുഷ്യര് മുഴുവൻ തന്നെ ഡിസോബീഡിയൻസിന്റെ മക്കളാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ തലയായിരിക്കുന്നത് നാച്ചുറലായിട്ട് ആദാമായിരുന്നു അവരുടെ തല. എന്നാൽ അനുസരണക്കേട് വന്നപ്പോൾ സേറ്റാൻ അവരുടെ തലയായി തീർന്നു സ്പിരിച്വലി. എന്നാൽ വചനം കേട്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന ഉപദേശ രൂപത്തിൽ ഹൃദയപൂർവ്വം അനുസരിച്ചാൽ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീരുക. അപ്പോഴാണ് ക്രിസ്തു എന്ന ശരീരത്തോട് ചേർക്കുന്നത്. ഇതിനുള്ള അധികാരം ഒരു പാസ്റ്റർമാർക്കോ ഒരു റിലീജിയസ് ലീഡേഴ്സ്ക്കോ ആർക്കും തന്നെ കൊടുത്തിട്ടില്ല. പരിശുദ്ധാത്മാവാണ് ആ കാര്യം മോണിറ്റർ ചെയ്തതും. ആര് ഹൃദയത്തിൽ തന്റെ സെൽഫിനെ റിനൗൺസ് ചെയ്യുമ്പോൾ തയ്യാറായി, ആര് ഉയർത്തെന്നിട്ട് അവനെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറായി, ആരെയാണ് പിതാവ് ആകർഷിച്ച് തന്റെ പ്രവൃത്തിയാൽ പുത്രന്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന എല്ലാം മോണിറ്റർ ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇതിനുള്ള അധികാരം ഒരു റിലീജിയൻ ലീഡേഴ്സിനും കൊടുത്തിട്ടില്ല, ഒരു പാസ്റ്റർമാർക്കും കൊടുത്തിട്ടില്ല, ഒരു തിരുമേനിമാർക്കും കൊടുത്തിട്ടില്ല, ഒരു പോപ്പിനും കൊടുത്തിട്ടില്ല, ഒരു പാതിരിമാർക്കും കൊടുത്തിട്ടില്ല. ഈ ഒരു കാര്യം ചെയ്ത് പരിശുദ്ധാത്മാവാണ്. ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധ്യമല്ല. പല കാര്യങ്ങളും വേണമെങ്കിൽ പുറമെ കാണത്തൊക്കെ വേണം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, അത് വേറെ കാര്യം. സെക്കൻഡ് ഓർഡിനൻസ് ആണ് കർത്തൃമേശ എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഭൗതികമായിട്ട് ചെയ്യുവാൻ ദൈവസഭയ്ക്ക് നമുക്ക് പുതിയ നിയമ ലേഖനങ്ങളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. ഇതിനെ കുറിച്ചുള്ള വിശദീകരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്. സ്തോത്രം. അതുകൊണ്ട് പറഞ്ഞത്, ഇനി എന്തുകൊണ്ടാണ് പലരും ഈ മടിച്ചു നിൽക്കുന്നത്? ഇത് ഫസ്റ്റ് കമാൻഡ്മെന്റ് ആണ്. നമ്മളിപ്പോൾ ഇത്രയും ക്ലാസ്സിൽ കൂടെ പഠിച്ചു ഈ ലോക മനുഷ്യരുടെ അവസ്ഥ എന്താണ്, അവിടെ നടക്കുന്ന കർത്തൃത്വം എന്താണ്, അവരുടെ ഉള്ളിലൊരു ലോ ഉണ്ട്, ആ ലോ അവർക്ക് അനുസരിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്, ഈവൻ ബാപ്റ്റിസം തന്നെ അനുസരിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? അവർ വാസ്തവത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ചിട്ടില്ല. കാരണം ഫസ്റ്റ് പ്രോബ്ലമാണ് അവർ ശരിയായ രീതി ഉപദേശിച്ചിട്ടില്ല. സെക്കൻഡ് പ്രോബ്ലമാണ് ആത്മീയമായ അഹങ്കാരം. മൂന്നാമത്തെ പറയാണ് ഏറ്റുപറയാൻ ഭയം. വീട്ടുകാരെന്ത് പറയും, സമൂഹം എന്ത് പറയും, മറ്റു കാര്യങ്ങൾ എന്ത് സംഭവിക്കും. അതായത് വേൾഡിലെ ചിന്തകള്, ഈ ലോകത്തിന്റെ ചിന്തകള്, ധനത്തിന്റെ വഞ്ചന, മറ്റു വിഷയമോഹങ്ങൾ വചനത്തെ ഞെരുക്കിക്കളയാണ് ചെയ്യുന്നത്. മറ്റൊന്നാണ് പറഞ്ഞത്, അവ യഥാർത്ഥത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ചിട്ടില്ല. ഇന്നും ഈ അവസ്ഥയിൽ തന്നെയായിരിക്കണം. ഈവൻ പാസ്റ്റേഴ്സ് പോലും ഇതിനകത്തുണ്ട്. പാസ്റ്റേഴ്സ്, ഞാൻ മറ്റൊരു പറയുന്നില്ല, അതിന് കുറ്റം പറയാൻ വേണ്ടി പറയല്ല. ഇന്നും വീണ്ടും ജനനം പ്രാപിക്കാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് വീണ്ടും ലോകത്തിലേക്ക് അപ്പോസ്തലന്മാർക്ക് കൊടുത്തത് ശുശ്രൂഷ എന്താണ്? ലോകത്തെ ക്രിസ്തുവിൽ ദൈവത്തോട് നിരപ്പിച്ചു. ദൈവത്തോടുന്ന് അകന്നുപോയ മനുഷ്യരെ, അല്ലെങ്കിൽ ലോകരായ മനുഷ്യരെ സുവിശേഷം മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിക്കുക, റീകൺസൈൽ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് സുവിശേഷകന്മാരുടെ കയ്യിലുള്ളത്. ഇന്ന് നേരെ തിരിച്ച് ഇവൻ ക്രിസ്തുവിലുള്ള ജനത്തെ പോലും, വിശ്വാസിയെ പോലും വഞ്ചന കാണിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെതായ നന്മകളിലേക്ക് ആകർഷിച്ച്, അല്ലെങ്കിൽ ശാരീരികമായ കാര്യങ്ങൾ, സോളിന്റെ ഫിൽത്തി ഡിസയേഴ്സിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്ത് ഉത്തേജനം കൊടുത്തുകൊണ്ട് വീണ്ടും ലോകത്തിലേക്ക് നിരപ്പിക്കുക എന്ന് പറഞ്ഞാൽ സേറ്റാനുമായിട്ട് റീകൺസൈൽ ചെയ്യിപ്പിക്കുക. ഇത്ര ശുശ്രൂഷ വേണ്ടത്ര നടക്കുന്നുണ്ട്. ഇവരൊന്നും വീണ്ടും ജനനം പ്രാപിച്ചവരല്ല. ഇത് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു പോയതാണ്. അടുത്തൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് ഞാൻ ജലസ്നാനത്തിന് പോകണം, വിധേയരാകണം. നമ്മൾ ചിന്തിച്ചു ഓരോ വ്യക്തിയും ബാധകമായ കൽപ്പനയാണ്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടുകയും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പത്രോസ് എന്നിട്ട് പറയുമ്പോൾ സ്തോത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ പത്രോസ് കൊടുക്കുന്ന ആൻസറാണ്, ഓരോ വ്യക്തി നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടുകയും. ഫസ്റ്റ് കണ്ടീഷനാണ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫിനെ റിനൗൺസ് ചെയ്ത് ഉയർത്തെന്നിട്ട് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവ സ്വീകരിക്കുക. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ കൂടെയൊക്കെ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്. ദെൻ വീണ്ടും ജനനം പ്രാപിച്ചാൽ അടുത്ത ഒബീഡിയൻസ് ആണ്, ക്രിസ്തുവായിട്ടുള്ള ഫസ്റ്റ് ഒബീഡിയൻസ് ആണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക എന്നുള്ളത്. അവൻ തന്നെ തന്ന കൽപ്പന, ഒരു റിലീജിയന്റെ കൽപ്പനയല്ല അത്. സ്തോത്രം. ജലസ്നാനത്തിന്റെ പ്രാധാന്യം എന്താണ്? സ്തോത്രം. അതായത്
നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചതിനാൽ നമ്മുടെ ആന്തരികമായി നടന്ന കൺവെർഷൻ നമുക്ക് ഭാഗികമായിട്ട് നമ്മുടെ ഇന്റലക്റ്റിന് ശരിക്കും മനസ്സിലാകും, നമ്മളെ കാണുന്നവർക്ക് മനസ്സിലാകും. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ആക്ഷൻസിൽ വന്നിട്ടുള്ള വ്യതിയാനം അതിനെ ഭാഗികമായിട്ട് സിഗ്നിഫൈ ചെയ്ത് പ്രകടിപ്പിക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ ജലത്തിൽ മുങ്ങിയുള്ള സ്നാനം. ഞാൻ പാപസംബന്ധമായി മരിച്ചു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെടുകയാണ്, ഇനിയുള്ള എൻ്റെ ജീവിതം അവൻ്റെ പുനരുദ്ധാന ശക്തിയോട് കൂടിയായിരിക്കും. എന്നിൽ ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. സ്തോത്രം. അടുത്തൊരു കാര്യം നമുക്ക് ചിന്തിക്കാനാണ്. ഇന്നത്തെ ഒരു ക്ലാസ് കഴിഞ്ഞാൽ വേറൊരു കാര്യം ഉണ്ട്, പക്ഷെ പറയാൻ സമയം തികയില്ല. ഈ വെള്ളം തെളിക്കുന്നതിനെ കുറിച്ചുകൊണ്ട് ഒരു സംഭവം ഇന്ന് അത് കുറച്ചധികം സമയമെടുക്കും. ഇന്ന് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ആ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. കാരണം ഇന്നത്തെ സബ്ജക്റ്റ് കുറച്ച് ദീർഘമായൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ സൗജന്യ നീതീകരണത്തിൽ അവന് ചില ഡ്യൂട്ടികളുണ്ട്. ഇന്ന് ക്രിസ്ത്യൻഡത്തിൽ അനേകരും വിശ്വസിച്ചിരിക്കുന്നത് ഹിസ്റ്റോറിക്കലായിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള ബൈബിളിക്കൽ നോളജ് ബൈബിളിൽ നിന്ന് തന്നെ കിട്ടിയതാണ്, നല്ല ഉപദേഷ്ടകന്മാർ തന്നെ കിട്ടിയതാണ്. വേറൊരു തെറ്റായല്ല, ശരിയായ ഉപദേശമാണ്. ആ ഉപദേശം ശരിയാണെന്നോ ബൈബിൾ ശരിയാണെന്നോ ക്രിസ്തു എനിക്ക് പകരമായിട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് അറിയുകയും അതിന് വിശ്വസിക്കുകയും മാത്രം ചെയ്താൽ ദാറ്റ് ഇസ് കോൾഡ് ഇന്റലക്ച്വൽ ഫെയ്ത്ത്. അത് സേവിങ് ഫെയ്ത്ത് അല്ല, രക്ഷ പ്രാപിക്കുന്ന വിശ്വാസമല്ല. അത് നമ്മൾ ഒന്ന് പത്രോസ് ഒന്ന് എടുത്ത് വായിക്കാം. 1 Corinthians chapter 15 എടുക്കുക. First Corinthians chapter 15 verse 3 ആണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പേർക്ക് പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നല്ലോ. അനന്തരം അവൻ 500 അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപ്പേരും ഇന്ന് വരെ ജീവനോടെ ഇരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പസ്തോലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രത്യക്ഷനായി എനിക്ക് പ്രത്യക്ഷനായി. ഇതെല്ലാം പറയുമ്പോൾ ഈ പ്രത്യക്ഷനായി എന്ന് പറയുന്ന വാക്ക് അവരുടെ സോളിൽ അവർക്ക് റിവീൽ ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ നമ്മൾ വിഷയം കാണുമ്പോഴോ അങ്ങനത്തെ എല്ലാം ഉണ്ട്. അവന്റെ പുനരുദ്ധാന ശക്തി അവരുടെ സോളി റിവീലായി. ഇതിന് 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കും, നിങ്ങൾ വിശ്വസിച്ചത് വ്യർത്ഥാവല്ല എന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം. ഇതിനെ പറയുന്നതാണ് സേവിങ് ഫെയ്ത്ത്. പലർക്കും ചിന്തയുണ്ട് ഈ സേവിങ് ഫെയ്ത്ത് എന്ന് പറഞ്ഞ ഈ വാക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത്. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായി സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർപ്പിക്കുന്നു. ഞാൻ ആ വാക്യം നിങ്ങളൊരു പക്ഷേ അധികം ശ്രദ്ധിക്കാത്തൊരു വാക്യമായിരുന്നിരിക്കാം, അതുകൊണ്ടാണ് ഞാൻ അത് ഇന്ന് എടുത്തു വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. നമുക്കിന്ന് സബ്ജക്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ വിശ്വാസിയുടെ സൗജന്യമായ നീതീകരണത്തിന് ദൈവം തന്റെ പുത്രനെ പാപപരിഹാരത്തിനായി എന്ന് പറഞ്ഞാൽ ഡിവൈൻ ലോ, ജസ്റ്റിസ് ഓഫ് ഗാഡ്, മാനവജാതിയുടെ മേൽ ചുമത്തിയ നിത്യമായ മരണത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ തക്കവണ്ണം, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച് സർവ്വ മാനവജാതിയുടെയും പ്രാണനിലും ശരീരത്തിലും ആത്മാവിലുള്ള ശിക്ഷ തന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്ത് അവന്റെ ശരീരം കൂശിൽ കിടക്കുമ്പോൾ അവന്റെ പ്രാണനും ആത്മാവും പാപികളായ മനുഷ്യർ പോയി ശിക്ഷ അനുഭവിക്കേണ്ട പാതാളത്തിൽ പോയി ശിക്ഷ അനുഭവിച്ചു, മരണം അനുഭവിച്ചു. അവന് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പറയത്തക്കവണ്ണം അല്പസമയത്തേക്ക് ഈ സകല മാനവജാതി എന്നേക്കുമായിട്ട് കൈവിട്ടപ്പെട്ടവരായി നിത്യമായ നരകത്തിൽ കഷ്ടം അനുഭവിക്കുന്നതിനേക്കാൾ തൻ്റെ പുത്രൻ അല്പസമയം കഷ്ടം അനുഭവിക്കുന്ന നല്ലതാണെന്ന് കണ്ടുകൊണ്ട് പിതാവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയതാണ്. അല്ലെങ്കിൽ പരിശുദ്ധ തൃത്വത്തിന്റെ ഹോളി ട്രിനിറ്റിയുടെ കൗൺസിലിംഗ് വെളിപ്പെടുത്തിയാണ് ആ പ്രായശ്ചിത്തം. നമ്മൾ ഇന്ന് അതിൻ്റെ അവസാനം പഠിക്കും. അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായുള്ള അധികാരം.
അപ്പോൾ കൈക്കൊള്ളുക എന്നുള്ളതും ഹിസ്റ്റോറിക്കലായിട്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത് രണ്ട് സബ്ജക്റ്റാണ്. കൈക്കൊണ്ട് കഴിഞ്ഞാൽ വി ആർ റിസീവിങ് എ ലിവിങ് പേഴ്സൺ. ക്രിസ്തുവിന്റെ ആത്മാവ് എന്തുകൊണ്ടാണ് നമ്മുടെ വിളിച്ചു വരുത്തുന്നത്? നമ്മുടെ സെൽഫ് നമ്മുടെ ഉള്ളിലുള്ളത്തോളം നമുക്ക് ഡിവൈൻ ലോ അനുസരിക്കാൻ സാധ്യമല്ല. പോൾ 7-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നു. അപ്പോൾ ക്രിസ്തു നമ്മൾക്ക് ഒരു ഓഫർ തരികയാണ്, നീ എന്നെ നിന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ചാൽ ഞാൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്നത് കൊണ്ട് നിന്നെ ഞാൻ അനുസരണത്തിൽ തികഞ്ഞവനാക്കി കൊണ്ടുവരാം. സ്വർഗത്തില് അനുസരണക്കേടിന് സ്ഥാനമില്ല. അപ്പോൾ അതിന്റെ ആദ്യത്തെ കമാൻഡ്മെന്റ് ആണ് വിശ്വാസിയുടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം. അപ്പൊ ആ റൈഷ്യസ്നെസ് അവന് നാം കൈക്കൊള്ളുമ്പോൾ അവനുള്ള റൈഷ്യസ്നെസ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കണക്കിടുന്നത്, നമ്മുടെ നീതിപ്രവൃത്തികളല്ല. നിങ്ങൾക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലാവുന്നുണ്ടോ? ശത്രു നമ്മുടെ നീതിപ്രവൃത്തികൾ കുറ്റം ചുമത്തുമ്പോൾ, ഫോർ എക്സാമ്പിൾ യോശുവയെ, ആലയപ്പണിക്കുന്ന പുരോഹിതനായ യോശുവയെ അവന്റെ വസ്ത്രത്തിന് പുള്ളി പറഞ്ഞ് കുറ്റം ചുമത്തുമ്പോൾ ദൈവം എന്താ പറയുന്നത്? ദൈവം അവനെ നീതീകരിക്കായിരുന്നു. ഇപ്പൊ സബ്ജക്റ്റ് അല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവന് ദൈവം നീതീകരിക്കായിരുന്നു ചെയ്തത്. കാരണം എന്താണ്? ലോർഡ് ഈസ് അവർ റൈഷ്യസ്നെസ്. നമ്മൾ പുതിയ നിയമത്തിന് കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് നീതിയും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഹി ഹിംസെൽഫ് ഈസ് അവർ വിസ്ഡം, ഹി ഹിംസെൽഫ് ഈസ് അവർ റൈഷ്യസ്നെസ്. അവൻ നമ്മിൽ വസിച്ച് അവൻ ക്രൂശിൽ നേടിയ റൈഷ്യസ്നെ ദൈവം ഫ്രീ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മൾ ഇമ്പ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്, അവനെ അനുസരിച്ച് അവരിൽ ഒന്നായി വസിക്കുക. ഇതില്ലാത്തോടത്തോളം ദൈവത്തിന് നമ്മെ നീതീകരിക്കാൻ സാധ്യമല്ല. തുടർന്ന് നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മോഡ് ഓഫ് ബാപ്റ്റിസം? നമ്മൾ വളരെ ഇന്നലെ വിശദീകരിച്ചതാണ്. അത് ഒന്നും കൂടി അല്പമായിട്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 ഗ്രീക്ക് പദങ്ങൾ ആണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊന്ന് അറാമിക് ഭാഷയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് ഈ മാമോദിസ എന്ന വാക്ക്. മാമോദിസ എന്ന അറാമിക് പദത്തിന്റെ അർത്ഥവും ഇമ്മേഴ്സ് എന്നാണ്. ബാപ്റ്റോ അല്ലെങ്കിൽ ബാപ്റ്റിസോ അല്ലെങ്കിൽ ബാപ്റ്റൈസ് എന്ന വാക്കിന്റെയും അർത്ഥം ടു ഡിപ്പ് എന്ന വാക്കാണ്. നിങ്ങൾക്ക് തന്നെ ഞാനൊരു ചെറിയ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, സ്തോത്രം, അതൊന്ന് അല്പം പറഞ്ഞിട്ട് പോകാം. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം നമുക്ക് പൊതുവെ അറിയുന്നൊരു വാക്യമാണ്. 15-ാം വാക്യത്തിലേക്ക് വരുന്ന, അതിക്ക് മുമ്പ് വേറെ കാര്യം, ലൂക്കോസ് എഴുതിയ സുവിശേഷമാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ളത്. അവിടെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒന്ന് എടുത്തു നോട്ടെ. ഞാൻ സമയം കിട്ടുവാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ആ വാക്യം എടുക്കാം, അല്ലെങ്കിൽ അവിടെ കുറച്ചധികം സമയം പോവും. കുറച്ചധികം സമയം എടുക്കുന്ന ഒരു എക്സ്പ്ലനേഷനാണ് അത്. അതായത് ഈ വെള്ളം തളിക്കുന്ന സംഭവം ബാപ്റ്റിസം അല്ലെങ്കിൽ മാമോദിസ, ഈ 2 വാക്കിൻ്റെയും അർത്ഥം ഇമ്മേഴ്സ് എന്നാണ്. നിങ്ങൾ ആ ഇമ്മേഴ്സ് എന്ന സ്ഥലത്ത് സ്പ്രിങ്കിൾ എന്ന വേർഡ് യൂസ് ചെയ്ത് നോക്കിയാൽ ഇംഗ്ലീഷിലെ ഗ്രാമർ ശരിയാവോ ഇല്ലയോ, അല്ലെങ്കിൽ ആ വേർഡ് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാം. അതിന് ഒരു 10-20 മിനിറ്റെങ്കിലും എടുക്കുമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനത് എടുക്കുന്നില്ല. കാരണം എടുത്താൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റിൽ നമ്മൾ സ്കിഡായി പോകും. അവിടെ അങ്ങനെ നമ്മൾ യൂസ് ചെയ്താൽ ആ സ്നാനപ്പെടുന്ന വ്യക്തിയല്ല, തെളിക്കുന്ന വെള്ളമാണ് സ്നാനപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളെ കൺഫ്യൂഷനിൽ ഇടുന്നില്ല. കാരണം അത് ഈ 2 വാക്കും ഇമ്മേഴ്സ് അല്ലെങ്കിൽ ബാപ്റ്റിസോ ബാപ്റ്റോ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ടു ഡിപ്പ്, സബ്മെർജ് എന്ന വാക്കാണ്. അല്ലെങ്കിൽ സാധാരണ അരാമിക ഭാഷയിൽ നിന്ന് എടുത്തിരിക്കുന്ന, ഇന്ന് മലയാളത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മാമോദിസ
എപ്പിസ്കോപ്പൽ സഭകൾ ഉപയോഗിക്കുന്ന മാമോദിസ് എന്ന വാക്ക് എടുത്തിരിക്കുന്നത് അരാമിക് ഭാഷയിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ഇമ്മേഴ്സ് എന്ന വാക്കാണ്. അപ്പോൾ ഈ സ്ഥലത്ത് വെള്ളം തെളിച്ചിട്ട് സ്നാനപ്പെട്ടു, ബാപ്റ്റൈസ് ചെയ്തു, അല്ലെങ്കിൽ മാമോദിസ മുക്കി എന്ന് പറയാൻ പറ്റുമോ? മാമോദിസ മുക്കി എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പറയാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, ഈ വെള്ളം തെളിക്കൽ കൂടെ ഏറ്റത് മാമോദിസയല്ല, ബാപ്റ്റിസം അല്ല, അത് വേറൊരു സംഭവമായിരുന്നു. ഇത് ക്രിസ്തുവിന് മുമ്പേ തന്നെ ജാതികൾ ആചരിച്ചു കൊണ്ടിരുന്ന സംഭവമാണ്. പോട്ടെ. അപ്പോൾ വാട്ടർ ബാപ്റ്റിസം, മോഡ് ഓഫ് ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരു മരിച്ച വ്യക്തിയെ അടക്കം ചെയ്യുന്നത് പോലെ അടക്കം ചെയ്ത് അവനെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ തുടർന്നുള്ള ജീവിതത്തിൽ ആ പുനരുദ്ധാന, ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തിയോടുകൂടി ഞാൻ ജീവിക്കും എന്ന് ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഈവൻ ഇതുവരെയും അവിടെ പാപത്തിന് ശിക്ഷാർഹമായ പഴയ മനുഷ്യന്മേൽ അവകാശമുണ്ടായിരുന്ന പിശാചിന്റെ മുമ്പിൽ സാക്ഷീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ സാത്താന് ഈ പഴയ മനുഷ്യന്മേൽ അവകാശമുള്ളത് കൊണ്ടാണ് ഈ ബാപ്റ്റിസത്തിലേക്ക് അനേക വ്യക്തികൾ ഈ മടിച്ചു നിൽക്കുന്നത്. ആ ചിന്ത ഇട്ട് കൊടുക്കുന്നത് സൈത്താന്റെ തന്ത്രമാണ്. ആ ബാപ്റ്റിസം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാപ്റ്റൈസ് ഇൻ ടു എന്ന വാക്കാണ് ആക്ച്വൽ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ജാറിനകത്ത് വെള്ളം ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ആ ജാറിന്റെ ഷേപ്പ് ആവും. വെൻ വി പോർ ഇൻ ടു എ ഗ്ലാസ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പോർ ഇൻ ടു എ ഗ്ലാസ് എന്ന് പറയുമ്പോൾ ആ ഗ്ലാസിന്റെ ഷേപ്പ് ആവും. അതേപോലെ പറഞ്ഞെങ്കിൽ ബാപ്റ്റൈസ് ഇൻ ടു ദ ഫാദർ and into the Son and into the Holy Spirit എന്ന് വേണം പറയാനായിട്ട്. മൂന്നും സെപ്പറേറ്റ് നെയിംസ് എന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, നെയിം ഇൻ ദ നെയിം ഓഫ് ദം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല ക്ലാസ്സുകളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഇനി നമുക്ക് ചിന്തിക്കാൻ പോകേണ്ടത്, ഓക്കെ, റിമെമ്പർ ദ വാലിഡ് പ്രൂഫ് ഓഫ് ജെന്യുവൻ റിപ്പൻറ്റൻസ് ഈസ് ഒബീഡിയൻസ് ടു ഗോഡ്സ് കമാൻഡ്സ്. ഞാൻ വീണ്ടും പറഞ്ഞ സീരിയസ്നെസ് എന്താണ്? എവിടെയെങ്കിലും നാം അനുസരണക്കേട് കാണിച്ചാൽ ഈ അവസ്ഥയിൽ നിന്ന് നേരെ തിരിച്ച് ഈ പഴയ അവസ്ഥയിലേക്ക് വരും. വിശ്വാസിയായിരുന്നാലും പാസ്റ്റർമായിരുന്നാലും സെൻട്രൽ പാസ്റ്റർ ആയിരുന്നാലും ഏതൊരു വ്യക്തിയും ഡിസൊബീഡിയൻസ് വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രിസ്തു തന്റെ സിംഹാസനം നമ്മുടെയുള്ള ഫിൽത്തി ആയിരിക്കുന്ന സെൽഫുമായിട്ട് ഷെയർ ചെയ്യുന്നവനല്ല. ഈസ് ഹോളി. വളരെ മനസ്സിലാക്കണം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. സറാഫിൻസ് അവൻ ആരാധിക്കുമ്പോൾ ശിയാവ് കാണുന്ന ദർശനം 6-ാം അധ്യായത്തില് 2 ചിറക് കൊണ്ട് മുഖം മറച്ച് ഇത്രയും പരിശുദ്ധന്റെ മുഖത്ത് നോക്കുക ഞങ്ങൾ യോഗ്യരല്ലെന്ന് പറഞ്ഞുകൊണ്ട് 2 ചിറക് കൊണ്ട് മുഖം മറച്ച് ഇത്രയും പരിശുദ്ധനാവിന്റെ മുമ്പിൽ നിൽക്കുക ഞങ്ങൾ യോഗ്യരല്ലെന്ന് പറഞ്ഞുകൊണ്ട് 2 ചിറക് കൊണ്ട് പാദം മറച്ച് 2 ചിറക് കൊണ്ട് പറന്ന് സദാ സൈനികളുടെ യോഗം പരിശുദ്ധൻ 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 എന്ന് സദാ ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സറാഫിൻസിനാൽ ആരാധിക്കപ്പെടുന്ന അവൻ തന്നെയാണ് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നത്. ഹല്ലേലൂയ. അപ്പോൾ അവനുമായിട്ടൊരു ഉടമ്പടിയാണ് പുതിയ നിയമത്തിന്റെ ദ കവനന്റ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. വീണ്ടും ജനം പ്രാപിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന അവനിൽ ആശ്രയിക്കുന്ന വ്യക്തിയും ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുമായിട്ടുള്ളൊരു ഉടമ്പടിയാണ്. ഐ വിൽ ബി ഒബീഡിയന്റ് ടു യു. ആ ഒബീഡിയൻസിന്റെ ഫസ്റ്റ് കമാൻഡ്മെന്റ് ആണ് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. ഇവിടെ ഡിസോബീഡിയൻസ് കാണിച്ചാൽ, നിങ്ങൾ ഏതെല്ലാം ചെയ്താലും ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഡിസോബീഡിയൻസ് കാണിച്ചാൽ വി ആർ അഗൈൻ ഗോയിങ് ബാക്ക് ടു ദ ബോണ്ടേജ് ഓഫ് സിൻ. ഇതിനകത്ത് യാതൊരു മാറ്റങ്ങളുമില്ല. സ്തോത്രം. ആൻഡ് ദ ബാപ്റ്റിസം ഈസ് എ ഗുഡ് പ്ലേസ് ടു സ്റ്റാർട്ട്. ദ ഫസ്റ്റ് കമാൻഡ്മെന്റ് ബാപ്റ്റിസമാണ്. മറ്റൊരു പിന്നീടൊക്കെ പ്രാർത്ഥനയ്ക്ക് അവസാനം വരുന്ന കാര്യമാണ്. ഓക്കെ, ഇത് വളരെ വ്യക്തമായിട്ടല്ലോ. ആക്ച്വലി ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള 2 സബ്ജക്റ്റാണ്. ഹല്ലേലൂയ. ഇതിന് 2 ഉദാഹരണങ്ങൾ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ നിന്നും കോട്ട് ചെയ്തുകൊണ്ട് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന 2 ഉദാഹരണങ്ങളാണ് ഇന്ന് ചിന്തിക്കാനുള്ളത്. ആക്ച്വൽ സബ്ജക്റ്റ്, ഇന്നത്തെ സബ്ജക്റ്റ് ഇതാണ്. ഇതുവരെയും സംസാരിച്ചതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പല ഭാഗങ്ങളായിട്ട് സംസാരിച്ചതാണ്. ഈ സബ്ജക്റ്റിലേക്ക് വരുന്നവർ ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു ഫ്രഷ് നോളജ് വരാതിരിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞു പോയത്. അപ്പൊ പഴയ നിയമത്തിൽ 2 സംഭവങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് അപ്പോസ്തലന്മാരും ഈവൻ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളാണ് നോഹയുടെ കാലത്ത് സംഭവിച്ചതും മറ്റൊന്ന് ഇസ്രായേലിന്റെ മിസ്രൈം ദേശത്തു നിന്നുള്ള
പുറപ്പാടിൽ സംബന്ധിക്കുന്ന കാര്യം. അപ്പൊ ആദ്യമായിട്ട് തന്നെ നമുക്ക് നോഹയുടെ ജലപ്രളയത്തിന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാം. അതിനകത്ത് നമ്മൾ ആദ്യം 20-ാം വാക്യം തുടങ്ങിയാണ് ഞാൻ വായിക്കുന്നത്. മലയാളത്തിൽ ആദ്യം വായിക്കുന്നു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. ആ പെട്ടകത്തിൽ. അപ്പൊ വെള്ളമല്ല രക്ഷിക്കുന്നത്, പെട്ടകമാണ് രക്ഷിക്കുന്നത്. മനസ്സിലാക്കണം. രക്ഷ പ്രാപിച്ചു. ആമേ. അത് സ്നാനത്തിന് ഒരു മുൻകുറി. അത് ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ which sometimes were disobedient, അത് വേറെ കാര്യം. Wherein few, that is 8 souls, were saved by water. The like figure whereunto even baptism doth also now saves us. അപ്പോൾ ആ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. ആ ജനം, അല്പജനം, പെട്ടകത്തിലുള്ള ജനം വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. ഇവിടെ ഒരു സംശയം അനേക വിശ്വാസികൾക്കും ഈവൻ ഉപദേഷ്ടകന്മാർക്കും പാസ്റ്റർമാർക്കും മറ്റും ചെറിയൊരു സംശയം 18-ാം അധ്യായത്തിൽ ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ സബ്ജക്റ്റ് എടുത്തതുകൊണ്ട് അതിന് മേളിലുള്ള 2 വാക്യം കൂടി ഒന്ന് വായിച്ച ആ ഒരു തെറ്റിദ്ധാരണ, അതായത് യേശു ക്രിസ്തു ആത്മാവിൽ മരിച്ചവരുടെ ശേഷം, ഉയർത്തതിന് ശേഷം ആത്മാവിൽ അവൻ ചെന്ന് പാതാളത്തിലുള്ളവരോട് സുവിശേഷം, അനുസരണക്കേടിലായിരുന്നവരോട് സുവിശേഷം പറഞ്ഞു എന്നൊരു ചിന്താഗതി അനേകരുടെ ഉള്ളിലുണ്ട്. മനസ്സിലാവുണ്ട്? അത് അങ്ങനെ ചിന്താഗതി വരാനുള്ള കാരണമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നോഹയുടെ കാലത്ത് അനുസരണക്കേടിലായിരുന്ന ആൾക്കാരുടെ അടുത്ത്, അവരിപ്പോൾ എവിടെയാണ്? പാതാളത്തിലാണ്. അവരടുത്ത് ചെന്ന് സുവിശേഷം പറഞ്ഞു. അതുകൊണ്ട് മരിച്ചവരോടും സുവിശേഷം പറയാം, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ ക്ലെയിം ചെയ്യാനുള്ള തന്ത്രം, സൈറ്റാന്റെ തന്ത്രത്തെ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയാണ് 18-ാം വാക്യം വായിക്കുന്നത്. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ഇവിടെ ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു, ഇതൊരു സബ്ജക്റ്റ് ആണ്. താൻ കഷ്ടം അനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ആത്മാവിൽ ജീവിക്കപ്പെട്ടു എന്നൊരു സബ്ജക്റ്റ് ആണ്. ഈ ആത്മാവിൽ എന്ന വാക്ക് 19-ാം വാക്യത്തിൽ ഉപയോഗിച്ചത് കൊണ്ട് അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായ തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ by which also he went and preached. ആത്മാവിൽ അവൻ ചെന്ന്. മലയാളത്തിൽ വായിക്കുമ്പോൾ ആത്മാവിൽ അവൻ ചെന്ന്. 18-ാം വാക്യത്തിന്റെ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് ആത്മാവിൽ അവൻ ചെന്നെന്ന് പറയുമ്പോൾ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എന്നുള്ള ചിന്താഗതി നമുക്ക് സാധാരണ വായിക്കുമ്പോൾ അതിന്റെ ഫ്ലോയിൽ മനസ്സിലാകുന്ന അങ്ങനെയാണ്. എന്നാൽ യഥാർത്ഥ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നോഹയുടെ ഉള്ളിലും ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. പെട്ടകം പണിയുള്ള കൽപ്പന കിട്ടിയതിന് ശേഷം ഏകദേശം 120 വർഷം എടുത്തു പെട്ടകം പണിയാനായിട്ട്. ഇന്ന് കാണുന്ന മാതിരി മോഡേൺ എക്യുപ്മെന്റ്സ് ഇല്ല. ഇരുമ്പായുധങ്ങൾ കൈന്റെ കാലത്തുണ്ടാക്കിയിരുന്നു. ഇത് 6-ാം അധ്യായത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് പോലെയുള്ള മോഡേൺ മെഷീനറീസോ ഇലക്ട്രിസിറ്റി ഒന്നില്ല. മരത്തറക്കുന്ന വാളോ ഈർച്ചവാളോ അല്ലെങ്കിൽ കോടാലിയോ ഊളിയോ ഒക്കെ ഉണ്ടായിരിക്കാം. ഇതുകൊണ്ട് ഇത്രമാത്രം ഭാരം വഹിക്കാൻ കഴിയുന്ന, അതും 40 ദിവസം കൊണ്ട് എവറസ്റ്റ് കൊടിമുടി വരെ മുങ്ങിപ്പോകത്തക്കവണ്ണം മഴ വരുമ്പോൾ അതിനുണ്ടാകുന്ന വേസ്റ്റിനെ ഓവർകം ചെയ്യത്തക്കവണ്ണം ഒരു ഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ നിസ്സാര സംഭവമല്ല. അപ്പൊ ഈ 120 വർഷത്തോളം ഈ പെട്ടകത്തിന്റെ പണി നടക്കുന്ന സമയത്ത് അവനിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവിനാൽ, അതാണ് മനസ്സിലാക്കേണ്ടത്. പഴയ നിയമത്തെ പ്രവാചകന്മാരുടെ മുമ്പിലും എല്ലാം തന്നെ ക്രിസ്തുവിന്റെ ആത്മാവ് വസിച്ചിരുന്നാണ് 1 ഫസ്റ്റ് പീറ്ററിൽ എഴുതുന്നത്. അവനിൽ ഉണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവിനാൽ അവന്ന് അനുസരണക്കേടുന്ന ആൾക്കാരോട് പ്രസംഗിച്ചു എന്നുമാണ് മനസ്സിലാക്കാനായിട്ട്. അത് അവിടെ ആത്മാവിൽ അവൻ ജീവിക്കപ്പെടുകയും ആത്മാവിൽ അവൻ ചെന്നു എന്ന് പറയുമ്പോൾ സാധാരണ വായിക്കുന്ന ഫ്ലോയിൽ നമ്മൾ മനസ്സിലാകുന്നത് ഉയർത്തെഴുന്നതിന് ശേഷം അവൻ പാതാളത്തിൽ ചെന്ന് അന്ന് നോഹയുടെ കാലത്ത് അനുസരണക്കേട് കാണിച്ചവരോട് പ്രസംഗിച്ചു. പലരും പറയും ന്യായവിധി പ്രസംഗിച്ചു എന്ന്. വാസ്തവത്തിൽ അതല്ല അതിന്റെ ഇന്റർപ്രിട്ടേഷൻ. നോഹ ജീവിച്ചിരിക്കുന്ന സമയത്ത് നോഹയിൽ വസിച്ചിരുന്നതായ ക്രിസ്തുവിന്റെ ആത്മാവ് ഈ പെട്ടകം പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അനുസരണക്കേട് നടന്നിരുന്ന ആൾക്കാരോട് പ്രസംഗിച്ചു. അതാണ് ഇപ്പോൾ ഞാൻ നടത്തുന്നതും. നോഹയ്ക്ക് തന്നെയും തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇത്രയും അധ്വാനിച്ച് ഒരു പെട്ടകം പണിയണമായിരുന്നു. എന്നാൽ
ക്രിസ്തുവാകുന്ന പെട്ടകത്തെ ദൈവം തന്നെ നിർമ്മിച്ച് അവന്റെ മേലുള്ള എല്ലാ നമ്മുടെ മേലെ വരേണ്ട ശിക്ഷയെല്ലാം അവന്റെ മേൽ ചുമത്തി ആ സ്വമേധ അവൻ ഏറ്റെടുത്ത് നമുക്ക് പകരക്കാരന്റെ ശിക്ഷ അനുഭവിച്ച് മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റവനായി അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്ന ക്രിസ്തുവാകുന്ന പെട്ടകത്തിലേക്ക് നമ്മെ വിളിക്കുന്നതാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. We don't need to do anything, just to believe, trust, rely on him, trust in him. എന്നിട്ട് ആ വിശ്വസിച്ചതിന്റെ പ്രവൃത്തി നമ്മളിൽ കാണിക്കുക. അതിന്റെ ഒരു ഫസ്റ്റ് പ്രവൃത്തിയാണ് ഈ വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയുന്നത്, ഇവിടെ 7-ാം അധ്യായത്തിന്റെ പുറപ്പാട് പുസ്തകം ചാപ്റ്റർ 7 എടുക്കുക. അതിന്റെ വേഴ്സ് 8 തുടങ്ങിയത് ഞാൻ വായിക്കുകയാണ്. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയുള്ള ഇഴയാതി നിന്നും ഒക്കെയും, അന്ന് ഭൂമി ഇന്ന് കാണുന്ന മാതിരി ഭൂഖണ്ഡങ്ങളായിട്ട് പിരിഞ്ഞു പോയിട്ടില്ല. 11-ാം അധ്യായത്തിൽ ബാബേൽ ടവർ പറയുമ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ടാണ് ഭാഷകൾ കലക്കുന്നത്. അന്നാണ് ഭൂഖണ്ഡങ്ങളായിട്ട് പിരിഞ്ഞു പോകുന്നത്. അതുവരേക്കും ജനം ഒരു സ്ഥലത്തായിട്ട് പാർത്തിരുന്നത്. ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈ രണ്ട് മനസ്സിലാക്കണം, ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയിലുള്ള ഇഴജാതി നിന്നൊക്കെയും ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈ രണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്നു പെട്ടകത്തിൽ കടന്നു. ഈ വാക്യം മനസ്സിലായോ? ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈ രണ്ട് ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയുള്ള പറവകളിൽ നിന്നും ശുദ്ധിയില്ലാത്ത പറവകളിൽ നിന്നും സകലത്തിൽ നിന്നും ഈ രണ്ട് ആണും പെണ്ണുമായിട്ട് നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ ഒരു ചിത്രമാണ് ഞാൻ ഈ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണിച്ചിരിക്കുന്നത്. ഈ മൃഗങ്ങൾ എങ്ങനെയാണ് ഈ പെട്ടകത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്? അവിടെ നോഹ ഓരോരോ സിംഹത്തിനോ പുലിക്കോ മാനിന് കുറച്ച് പുല്ല് കാണിച്ചു, സിംഹത്തിന് കുറച്ച് ഇറച്ചി കാണിച്ചു, അല്ലെങ്കിൽ ആനയ്ക്ക് കുറച്ച് കാണിച്ചു, മൊയലിന് കുറച്ച് പുല്ല് പറിച്ചിട്ട് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ആകർഷിക്കുകയാണ് ചെയ്തത്. നോഹ 120 വർഷത്തോളം ക്രിസ്തുവിന്റെ ആത്മാവിനാൽ വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച്, അനുസരണക്കേട് കാണിച്ച് നടക്കുന്ന മനുഷ്യരുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് നിരന്തരം പ്രസംഗിച്ചു കൊണ്ടിരുമെന്നാണ് നമ്മള് 1 പത്രോസിന്റെ 19-ാം അധ്യായത്തിൽ 18-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചത്. ആത്മാവിൽ അവൻ ചെന്ന് നോഹയുടെ കാലത്ത് അനുസരണക്കേട് ആയിരുന്ന ജനത്തോട് പ്രസംഗിച്ചു. ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഈ മൃഗങ്ങൾക്കും അതിൻ്റെതായ ഇൻറ്റ്യൂഷൻ കടന്നു വന്നു. കാരണം ന്യായവിധി മൃഗങ്ങളുടെ മേൽ വരാൻ പോവുകയാണ്. അങ്ങനെ ഈ സിംഹത്തിന്റെ ഒരു കൂട്ടായ്മയുണ്ട്, വനത്തിലെ കൂട്ടായ്മ. വനത്തിലെ രാജാവാണല്ലോ സിംഹം. ഈ സിംഹങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ഈ ശബ്ദം കടന്നു ചെന്നപ്പോൾ അതിനകത്തുനിന്ന് ഒരു ആണിനും പെണ്ണിനും ഒരു രൂപാന്തരം സംഭവിച്ചു. കാരണം അവർ ആ വചനം കേട്ടു, ഹൃദയത്തിൽ കടന്നപ്പോൾ അവർക്കൊരു രൂപാന്തരം. പിന്നെ അവർക്ക് ആ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല, അവർക്ക് കടിച്ചു കീറാൻ തോന്നുന്നില്ല. മറ്റു മൃഗങ്ങളെ, ചെറിയ മൃഗങ്ങളെ തന്നെക്കാൾ ബലഹീനരായി കടിച്ചു കീറാൻ തോന്നുന്നില്ല. പിന്നെ അവർക്ക് ആ കൂട്ടായ്മയിൽ നിൽക്കാൻ പറ്റുന്നില്ല. അവരവിടെ നിന്ന് ഈ ശബ്ദം കേട്ട ദിശയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. അങ്ങനെ പോരുമ്പോഴാണ് ഒരു പേര്, ആണ് പെണ്ണും മാന്. സിംഹം മാനിനെ കണ്ടാൽ കടിച്ചു കീറുന്നതാണ്. ഈ മാന് സിംഹത്തെ കണ്ട് വിരണ്ട് ഓടുന്നതാണ്. ഈ മാനിനും ഒരു രൂപാന്തരം, സിംഹത്തെ കാണുമ്പോൾ പേടിയില്ല. ക്രിസ്തുവിന്റെ ആത്മാവിനാണ് നോഹ പ്രസംഗിച്ചത്. ക്രൈസ്റ്റ് ഈസ് മൈ സ്ട്രെങ്ത്. ഉയർത്തെന്നിട്ടാണ് ക്രിസ്തു ഒരു വ്യക്തിയിൽ വന്ന ഹി ഹിംസെൽഫ് ഈസ് ദ സ്ട്രെങ്ത്. മാനിൽ വസിക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവ്. ഞാൻ പറഞ്ഞ മൃഗത്തിന് സംഭവിച്ച രൂപാന്തരം പറയുകയാണ്. സിംഹത്തെ കാണുമ്പോൾ പേടിയില്ല. അതായത് പറവജാതികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും നോഹയുടെ പ്രസംഗം കേട്ട് രൂപാന്തരപ്പെട്ടവര് ദൈവം നോഹ മുഖാന്തരം ഒരുക്കിയ പെട്ടകത്തിൽ കടന്നതുകൊണ്ട് ആ പെട്ടകത്തിൽ കൂടെ വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചു എന്നാണ് നമുക്ക് അതിന് മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ.
ഇതിനെ കർത്താവ് തന്നെ ആസ്പദമാക്കി കർത്താവ് തന്നെ പറഞ്ഞു, പണ്ട് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിന് സംഭവിക്കും. വരുവാനുള്ള ന്യായവിധിയെ കുറിച്ചുള്ള സുവിശേഷം പറയുന്ന ദൈവദാസന്മാര് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. ഇവൻ നോഹയുടെ കാലത്ത് നോഹ ഒറ്റയ്ക്കായിരുന്നില്ലേ പെട്ടകം പണിതത്? അതേ ആശാരിമാര്, കാർപ്പന്റേഴ്സ് ഈ പെട്ടകം പണിയെ സഹായിച്ചിട്ടുണ്ടാവും. നോഹ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പെട്ടകം പണിത ആശാരിമാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സന്ധ്യയാകുമ്പോ കൂലി കിട്ടണം. ഇന്ന് കൂലിക്ക് പ്രസംഗിക്കുന്ന അനേകരുണ്ട്. കൂലി കിട്ടും, നല്ല കൂലി കിട്ടും. അതും മേടിച്ച് വീട്ടിൽ പോയി ചപ്പാത്തിയും പൊറോട്ടയും നിന്ന് ജീവിക്കാം. കർത്താവ് വരുമ്പോ പെട്ടകത്തിൽ ഉണ്ടാകുകയില്ല. പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ മാത്രം. രൂപാന്തരം പ്രാപിച്ച മൃഗങ്ങൾ പെട്ടകത്തിനടുത്തേക്ക് കടന്നു വന്നു. പെട്ടകത്തിൽ കടന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ സുവിശേഷം കേട്ട് രൂപാന്തരം പ്രാപിച്ച് സെൽഫിനെ റിനൗൺസ് ചെയ്ത് ഉയർത്തെന്നവരെ ക്രിസ്തുവിനെ തന്റെ പ്രാണന്റെ ഭർത്താവായിട്ട്, രക്ഷകനായിട്ട്, വീണ്ടെടുപ്പായിട്ട്, കർത്താവായിട്ട് സ്വീകരിക്കാൻ ആര് തയ്യാറാകുന്നോ അവരിൽ നടക്കുന്നതാണ് റീജനറേഷൻ, രൂപാന്തരം എന്ന് പറയുന്നത്. പിന്നെ സ്നാനപ്പെടുവാൻ ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. അവർ രൂപാന്തരം നടത്തിയെന്ന് പറയുന്നത് ആർക്കും എതിർത്തുകൂടാൻ പറ്റാത്ത ശക്തിയും പരാക്രമമുള്ളവനാണ്. ഇത് നടക്കാത്തതുകൊണ്ടാണ് ഉന്തി നോഹ ആനയോ അല്ലെങ്കിൽ കണ്ടാമൃഗത്തെയോ ഒന്നും ഉന്തിത്തള്ളി പെട്ടകത്തിൽ കയറ്റിയതല്ല. അങ്ങനെ ഉന്തിത്തള്ളി പെട്ടകത്തിൽ കയറുന്നതിനൊന്നും പെന്തിക്കോസ്ത് ചേരുന്നവനെ മാത്രമേ ഉള്ളൂ. അവന് രൂപാന്തരം നടന്നിട്ടില്ല, റീജനറേഷൻ നടന്നിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം വളരെ, ഞാൻ നോഹയുടെ കാലത്ത് അനേക കാര്യങ്ങൾ സംഭവിച്ചു. അതിന് ഒരു കാര്യം മാത്രമേ എടുത്തുള്ളൂ. 8-ാം വാക്യം, ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും, ശുദ്ധിയുള്ള പക്ഷികളിൽ നിന്നും ശുദ്ധിയില്ലാത്ത പക്ഷികളിൽ നിന്നും ഈ രണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു പാസ്റ്റർമാരും ആരും ഉന്തിത്തള്ളി ഫിസിക്കലായി ചെയ്യുന്ന കാര്യമല്ല. ഡിവൈൻ ഗവൺമെന്റ് ഈസ് എക്സിസ്റ്റിംഗ് ഓൺ ദ മോറൽ ലോ. മോറൽ ലോയെ അടിസ്ഥാനമാക്കിയാണ് ദൈവരാജ്യം സ്ഥിതി ചെയ്ത്. മോറൽ ലോയിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനല്ലാതെ ദൈവത്തിനകത്തോട്ട് സേറ്റനായിട്ട് ഒരു ഫ്രീ മോറൽ ഏജന്റ് ആയിരിക്കുന്ന, ഒരു സ്വതന്ത്ര മനസ്സിന്റെ ഉടമയായിരിക്കുന്ന നിങ്ങളെ നിർബന്ധിക്കുവാൻ സാധ്യമല്ല. ഇൻഫ്ലുവൻസ് തരാം, സ്ട്രോങ് ഇൻഫ്ലുവൻസ് തരാം. ഫിസിക്കലായിട്ട് ആക്ഷൻ ചെയ്യാൻ സാധ്യമല്ല. ഫിസിക്കലായിട്ട് നിങ്ങളെ കൊണ്ട് വെള്ളത്തിൽ മുക്കിയാൽ ഒരു കാര്യമില്ല. ഇതുകൊണ്ടാണ് മിക്കവാറും പെന്തക്കോസ്തിലെ പാസ്റ്റർമാരുടെ മക്കൾ തന്നെ അതിനകത്ത് ജനിച്ച് വളർന്നു ഒരു രൂപാന്തരം പ്രാപിക്കാതെ വെള്ളത്തിൽ പോയി മുങ്ങും. 13 വയസ്സ് 14 വയസ്സാകുമ്പോ അകത്ത് രൂപാന്തരം നടന്നിട്ടില്ല. ഹല്ലേലൂയ. പിതാവ് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ, ഈ ആകർഷിക്കുന്ന പരിപാടിയാണ് സുവിശേഷത്തിൽ കൂടെ നടക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ ശരിയായ പാപബോധം ഉളവാകും. ശരിയായ ന്യായവിധിയുടെ എഫക്റ്റ് നിങ്ങളുടെ സോളിൽ വെളിപ്പെടും. പാതാള പാശങ്ങൾ നിങ്ങൾ ചുറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ന്യായവിധിയുടെ ഘോരത്തെ അത് മനസ്സിലാക്കി തരും. സോൾ അനുഭവിക്കും. അതിൽ നിന്നുള്ള റിഡംപ്ഷൻ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ അതിന് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്ഥിരമായിട്ട് ക്രിസ്തുവിൽ വസിക്കേണ്ട ആവശ്യകത, നെസസിറ്റി, ഡീപ് നെസസിറ്റി മനസ്സിലാകും. എന്നാൽ മാത്രമേ ക്രിസ്തുവിൽ വസിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ നോഹയുടെ പ്രസംഗം കേട്ട് രൂപാന്തരം പ്രാപിച്ച മൃഗങ്ങളും ഈ അനുസരിക്കാൻ തയ്യാറായ നോഹയും കുടുംബം 8 പേര് ഈ പെട്ടകത്തിന്റെ മേളിൽ നിന്ന് നോക്കുമ്പോൾ, യഹോവയാണല്ലോ പെട്ടകത്തിന്റെ വാതിലടച്ചത്, മഴ പെയ്ച്ചത് ദൈവം തന്നെ. പെട്ടകം വെള്ളത്തിൽ പൊങ്ങാൻ തുടങ്ങുമ്പോൾ ഇത്രയും നാൾ പരിഹസിച്ചവരും അനുസരണക്കേട് കാണിച്ചവരുമായ ജനത്തിന്റെ അവസ്ഥ ഈ പെട്ടകത്തിന്റെ മേളിൽ നിന്നൊന്ന് നോക്കുകയാണ്. അതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം. ഇത് തന്നെയാണ് കർത്താവിന്റെ വരവിൽ സംഭവിക്കാൻ പോകുന്നത്. ആത്മാവ് രക്ഷിക്കപ്പെടുന്ന ആ സുവിശേഷം, സേവിങ് ഫെയ്ത്തിനെ കുറിച്ച് കൊണ്ട് പ്രസംഗിക്കുമ്പോൾ പലർക്കും പുച്ഛമാണ്. നിങ്ങൾ പറയുന്ന മാതിരി ഇതിന് ആവശ്യമില്ല, കർത്താവിലേക്ക് വിശ്വസിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫെയ്ത്ത് ഓൺലി. കൊടി പിടിക്കും. യെസ്, ഐ ബിലീവ്. വിശ്വാസം നിന്നിൽ ഉണ്ടെങ്കിൽ നീ പരീക്ഷ സമയത്ത് നീ എന്താ പ്രവർത്തിക്കുന്നത്? നീ ആരിൽ ആശ്രയിക്കുന്നത്? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണോ ആശ്രയിക്കുന്നത്? ലോകത്തിലാണോ ആശ്രയിക്കുന്നത്? അപ്പോൾ അറിയാം നീ ഈജിപ്തിലാണോ കാനാദേശത്തോ ആണെന്ന്. അധികാരമായ ന്യായവിധിയാണ് നോഹി കുടുംബം ആ പെട്ടകത്തിൽ കാണുന്നത്. അടുത്തൊരു സംഭവമാണ് സ്തോത്രം
ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 ഒന്ന് തുടങ്ങിയത് വായിക്കണം. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 വേഴ്സ് 1 തുടങ്ങി ഞാനൊന്ന് വായിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മോശയോട് ചേർന്നു എന്ന വാക്കിനാൽ നാം മനസ്സിലാക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ അത് ആംപ്ലിഫൈഡ് ബൈബിൾ ഒന്ന് എടുത്ത് വായിക്കാം. ജസ്റ്റ് വെയിറ്റ്. ആംപ്ലിഫൈഡ് ബൈബിൾ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 എടുക്കുന്ന ഞാൻ. For I do not want you to be ignorant, brethren, that our forefathers were all under and protected by the cloud in which God's presence went before them, and every one of them passed safely through the Red Sea, and each one of them allowed himself also to be baptized into Moses. അതാണ് ഇൻടു എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ബാപ്റ്റൈസ്ഡ് ഇൻടു മോസസ്. നമ്മളോട് പറഞ്ഞെന്താ? ഇൻടു ദ ഫാദർ ആൻഡ് ദ സൺ ആൻഡ് ടു ദ ഹോളി സ്പിരിറ്റ് ഇൻ ദ ക്ലൗഡ് ആൻഡ് ഇൻ ദ സീ. They were thus brought under obligation to the law of Moses and to the covenant. അതാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് കവനന്റുമായിട്ട് അവരെ തന്നെ പൂർണ്ണമായും അനുസരിച്ചുകൊള്ളും. ആരെ? മോശയ്ക്ക് ദൈവം കൊടുത്തതായിട്ടുള്ള ലോയും 10 പ്രമാണങ്ങൾ മാത്രമല്ല, ഏകദേശം 613 വരുന്ന കൽപ്പനകളും അതിനോട് ചേർന്നതായിട്ട് ഉപകൽപ്പനകളും എല്ലാം അതിനോട് പൂർണ്ണ അനുസരണമുള്ളവരായിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് they themselves baptized into Moses എന്ന വേർഡാണ് ആംപ്ലിഫൈഡ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം. എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു എന്ന് പറഞ്ഞാൽ മോശ പറഞ്ഞത് പൂർണ്ണമായി അനുസരിച്ചു കൊള്ളാം. മോശ പറഞ്ഞ ലോ അനുസരിച്ചു കൊള്ളാം. പഴയ നിയമത്തിന്റെ കവനന്റ് അനുസരിച്ചു കൊള്ളാം. ഇത് ചെയ്തവൻ ഇതിനാൽ ജീവിക്കും, ചെയ്തില്ലെങ്കിൽ ഡെത്ത്. നമ്മൾ ഇതേ അർത്ഥത്തിന്റെ പിതാവിനോട് പുത്രനോട് പരിശുദ്ധാത്മാവിനോട് ബാപ്റ്റൈസ് ഇൻടു. ഓൾഡ് സിൻഫുൾ അവസ്ഥയിൽ നിന്നും ഒരു ജാറിൽ നിന്നും മറ്റൊരു ജാറിലേക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെ ഓൾഡ് സിൻഫുൾ അവസ്ഥയിൽ നിന്നും പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ചേരുവ സ്നാനപ്പെടുമ്പോൾ we will be covered by them. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. എല്ലാവരും അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമി തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അപ്പോൾ അവിടെ മിസ്രൈം ദേശത്തു നിന്ന് ചെങ്കടൽ കടന്നുള്ള യാത്ര പുതിയ നിയമ വിശ്വാസിക്ക് ഒരു ദൃഷ്ടാന്തമാണ്, ഒരു ഷാഡോ ആണ്, ഒരു എക്സാമ്പിൾ എന്നാണ് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ഇതിനോട് അനുബന്ധപ്പെടുത്തിയ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ദൈവം തന്റെ ജനത്തെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും താൻ പ്രോമിസ് ചെയ്ത അബ്രാഹാമിനോട് പിതാക്കന്മാർക്ക്, അതായത് അബ്രാഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോട് പ്രോമിസ് ചെയ്ത പ്രോമിസ് ലാൻഡിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ അല്പമായിട്ട് ചിന്തിക്കാനുള്ളത്. ദൈവം സർവശക്തനാണല്ലോ. ഫറോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അബ്രാഹാമിനോട് കൊടുത്ത കവനന്റ് അനുസരിച്ച് ദൈവം സർവശക്തനും സോവറിനായതുകൊണ്ട് തനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തുകൊണ്ട് ജനത്തെ കൊണ്ടുവരാമെന്ന് ചിന്തിക്കേണ്ട. അനേക മനുഷ്യരുടെ ചിന്താഗതി ദൈവം സോവറിനാകുന്നത് കൊണ്ട് അവന്റെ സ്വേച്ഛ അധികാരത്തില് ഓർബിട്രറി വില്ലില് അവന് എന്തും ചെയ്യാമെന്നാണ്. നോ,
ശരിക്കും മനസ്സിലാക്കുക, വിശ്വാസികൾ നല്ലവണ്ണം മനസ്സിലാക്കുക. അവന് ഭരിക്കുന്ന ഒരു നിയമമുണ്ട്. പാപം ചെയ്ത ദേഹി മരിക്കണം. അപ്പോൾ അടിമത്തത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ മോചിപ്പിക്കാമെന്ന് പഠിപ്പിക്കാനാണ് 12-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തില് ഒരു പെസഹയെ കുറിച്ച് കൊണ്ട് പഠിപ്പിക്കുന്നത്. നമുക്ക് അവിടേക്കും ചിന്തിക്കാം. നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ ആരംഭം തുടങ്ങിയ വാക്യാണ്. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിലെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തരും ഒരു ആട്ടിൻകുട്ടി എടുക്കണം. ആട്ടിൻകുട്ടി തിന്നുന്നവർ വീട്ടിലുള്ള പോരായെങ്കിൽ ആടുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്ത് അയൽക്കാരനും കൂടി അതിനെടുക്കണം. ഓരോരുത്തർ തിന്നതിനൊത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടി എടുക്കണം. 5-ാം വാക്യം, ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറക്കണം. അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടിൽക്കാൽ രണ്ടിമേലും കുറുമ്പടിമേലും പുരട്ടണം. ഇതുവരെ പറഞ്ഞ എല്ലാ വിശദീകരണങ്ങളും അറുക്കപ്പെടാൻ പോകുന്ന പെസഹ കുഞ്ഞാടിനെ സംബന്ധിക്കുന്ന വിഷയമാണ്. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണെന്നും അവന്റെ രക്തം മാനവജാതിയുടെ മേലുള്ള ഡിവൈൻ ഗവൺമെന്റിന്റെ ശിക്ഷയ്ക്ക് പരിഹാരമായി തീർന്നുവെന്നും നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അവനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അതിന് സ്ഥിരീകരിച്ചു. ഇത് ആ രക്തം അതിന് പറഞ്ഞിരിക്കുന്നത്, ആ രക്തം അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിൽമേൽ കട്ടിൽക്കാൽ രണ്ടിമേലും കുറുമ്പടിമേലും പുരട്ടണം. അന്ന് രാത്രി അവൻ തീയിൽ ചുട്ടാറ്റുള്ള മാംസം. ഇനി പറയാം, 8-ാം വാക്യം തുടങ്ങി പറയുന്നത്, അന്ന് രാത്രി അതേ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മാംസം, തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം, പുളിപ്പില്ലാത്ത ഭപ്പവും തിന്നണം, കയ്പിച്ചിരിയോട് കൂടെ തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റിന് തീയിൽ ചുട്ട് തന്നെ തിന്നണമെന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് റീഇൻഫോഴ്സ് ചെയ്യാണ്. തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത് എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവരായി ക്രിസ്തു അല്ലാതെ നമ്മുടെ സോഷ്യൽ വെൽഫെയർ സെന്ററായിട്ട് ശാരീരികമായ അനുഗ്രഹത്തിനു വേണ്ടി പ്രാണിന്റെ ഫിൽത്തിയാകുന്ന ഇച്ഛകളുടെ സ്റ്റിമുലേഷൻ നടത്തിക്കൊണ്ട് അതിനെ തൃപ്തി വരുത്തുന്ന പ്രസംഗങ്ങൾ കൂടെ പ്രസംഗിക്കരുത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഡിവൈൻ ലോയുടെ ശിക്ഷ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തത്തക്ക വേണം, തൃപ്തി വരുത്തത്തക്ക വേണം. ആ ഊനമില്ലാത്ത പെസഹ കുഞ്ഞാടിന്റെ ചോരത്തള്ളി നടത്തി അവർ കട്ടളപ്പടിമേലും കുറുമ്പടിയിലും മുദ്രയിട്ടു. അന്ന് രാത്രി യഹോവ മിസ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ അതിന് ആ വീടിന്റെ ഉള്ളിലിരിക്കുന്നവരല്ല നോക്കുന്നത്, ആ കട്ടളപ്പടിമേലെടുക്കുന്ന രക്തത്തിലേക്കാണ് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ രക്തം പെസഹ കുഞ്ഞാടിന്റെ റൈഷ്യസ്നെസ് ആണ്, നീതീകരണമാണ് അകത്തിരിക്കുന്നവർക്ക് കണക്കിടുന്നത്. അതാണ് ഈ റോമലേഖനത്തെ തീമായിട്ട് പഠിക്കുന്നത്, ദ ഫ്രീ ജസ്റ്റിഫിക്കേഷൻ. അവർ വിശ്വസിച്ചിട്ടാണ് ഈ ആടിനെ അറുത്തതും രക്തമെടുത്ത് കട്ടളപ്പടിമേൽ കുറുമ്പടിമേൽ തേച്ചത്. ആ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ സാക്ഷീകരിച്ചു. അകത്തിരുന്നവരല്ല ദൈവം നോക്കിയത്, ആ രക്തത്തെയാണ് നോക്കിയത്. അതായത് ഡിവൈൻ ഗവൺമെന്റിന്റെ ജസ്റ്റിസിന്, പാപം ചെയ്തത് ഈ മരിക്കണമെന്നുള്ള ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തത്തക്ക വേണം. ഊനമില്ലാത്ത, കുറവില്ലാത്ത, പാപം അറിയാത്തവരെ നാം അവന് ദൈവത്തിന് നീതിയാകേണ്ടത് പാപമാക്കിയെന്ന പെസഹ കുഞ്ഞാടായിരുന്ന ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന ആ രക്തത്തെ തേച്ചപ്പോൾ അതിനകത്തിരിക്കുന്നവർക്ക് ദൈവം ഫ്രീ റൈഷ്യസ്നസ് കണക്കിടുകയാണ്. എന്നിട്ടൊരു കമാൻഡ്മെന്റ് പറയുന്നുണ്ട്. അടുത്ത കാര്യമാണ്, സെയിം പെസഹ കുഞ്ഞാടിന് അർത്ഥം, സെയിം പെസഹ കുഞ്ഞാടിന്റെ മാംസം തീയിൽ ചുട്ടതായിട്ട് പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പിച്ചീരിയോട് കൂടെ തിന്നാൻ. ഇവിടെയാണ് അനേകർ ചോരത്തളി ആചരിക്കാൻ സൗകര്യമാണ്. കാരണം നമുക്ക് ചെലവൊന്നുമില്ലല്ലോ, കർത്താവ് ചെയ്തു കഴിഞ്ഞു. കർത്താവെ ഞാൻ വിശ്വസിച്ചു, 2 കൈ ഉയർത്തി പറയും. അടുത്ത കാര്യമാണ് നിന്നെ സംബന്ധിക്കുന്നത്. സെയിം ഉയർത്തെന്ന് വെച്ചവന്റെ ക്രിസ്തുവിനെ നീ ഭക്ഷിക്കണം. ഇത് പറഞ്ഞപ്പോഴാ കർത്താവിന്റെ കൂടെ കൽപ്പന കേട്ടുകൊണ്ട് 2 പോയിട്ട് ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം
രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി അവർ കടന്നു വന്നോട് കർത്താവ് കുറച്ച് ഇതൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ ഇത് കഠിന വാക്ക് എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോയത്. ക്രിസ്തുവിനെ ഭക്ഷിക്കുന്ന രീതി എന്താണെന്ന് ദ ബ്രെഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു എപ്പിസോഡ് വളരെ മുമ്പ് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലുണ്ട്. ദ ഹാർഡ് സെയിങ്സ് ഓഫ് ദ ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തൊരു എപ്പിസോഡാണ് ദ ബ്രെഡ് ഓഫ് ലൈഫ്. എൻ്റെ മാംസത്തിൻ്റെയും എൻ്റെ രക്തം പാനം ചെയ്യാത്തവന് എന്നിൽ പങ്കില്ലെന്ന ആ കഠിന വാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്തിരിഞ്ഞു പോകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ മുമ്പ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഇടാം. അപ്പോൾ ദൈവ കൽപ്പന അനുസരിച്ചുകൊണ്ട് ചോരത്തളി ആചരിച്ചു. തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പിച്ചീരയോട് കൂടെ തിന്ന് മുൻപോട്ട് യാത്ര ചെയ്യാൻ തീരുമാനമെടുത്തവരുടെ മുമ്പിലാണ് 13-ാം അധ്യായത്തിൽ അവർ രാവും പകലും യാത്ര ചെയ്തൊക്കെ വേണം യഹോവത്തിന്റെ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും അവർക്ക് മുമ്പ് വെളിപ്പെട്ടത്. ഈ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പിച്ചീരയോട് തിന്നാത്ത യാതൊരു വ്യക്തിയും തന്നെ പുറപ്പെട്ടിട്ടില്ല. അവർ ചോർത്തളി ആചരിച്ചുവെങ്കിലും ഇന്നും മിസ്രൈം ദേശത്താണ്, ലോകത്തിലാണ്. ഈ മിസ്രൈം ദേശം വിട്ട് വാഗ്ദത്ത ദേശമായിരിക്കുന്ന കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യാനുള്ള ശക്തി ലഭിക്കുന്നത് ഈ പുനരുദ്ധാന ശക്തി നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്, ഈ മന്ന തിന്നുമ്പോഴാണ്. ഇതാണ് അവർക്ക് കൊടുത്ത മന്ന. അതാ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാര് മന്ന തിന്നുകളും മരിച്ചുപോയി, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയും ഓർമ്മപ്പെടുത്തിയിട്ട് അവര് തീ ചുട്ടായിട്ട് മാംസം കൽപ്പന പ്രകാരം തിന്നു, ചോരത്തെളി ആചരിച്ചു, മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ വന്നു. ഫറവോയുടെ ഹൃദയം ദൈവം തന്നെ കഠിനമാക്കി. ഇവരെ എത്തിപ്പിടിക്കും കൊള്ള പങ്കിടെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഫറവോ വന്നപ്പോഴോ അഗ്നിസ്തംഭം എന്തായതോ മിസ്രൈമിനും ഇസ്രായേൽ മക്കൾക്ക് ഇടയ്ക്ക് വന്നു. കാരണം എന്താ? ഡിവൈൻ ലോക്ക് തൃപ്തി വരുത്തുന്ന ചോരത്തെളി ആചരിച്ചു. ഉയർത്തെഴുന്നേറ്റാണ് ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നതായിട്ടുള്ള തീയിൽ ചൂട്ടായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പം കയ്പിച്ചീരിയോടുകൂടെ തിന്നു. ഇതാണ് ക്രൂശിക്കപ്പെട്ടത്. ക്രിസ്തുവിന്റെ സുവിശേഷം പറയോ ഇത് കഷ്ടതയൊന്നും ആവശ്യമില്ല, ഇതൊക്കെ ദുരുപദേശമാണ് പ്രസംഗിക്കുന്നത്. ലോകത്തിലേക്ക് നിരപ്പിക്കുന്നതാണ്. ക്രൂശിക്കപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തെ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരു ചിത്രമാണ് സ്തോത്രം ഞാൻ ഏകദേശം ഇവിടെ നിന്ന് കാണിച്ചിരിക്കുന്നത്. സ്തോത്രം. എന്റെ കൽപ്പന അനുസരിച്ച് അവർ ചെങ്കടൽ കരയിൽ വന്നു. ഫറവോൻ സൈന്യം എത്തിപ്പിടിക്കും കൊള്ള പങ്കിട് പുറകെ വന്നു. പക്ഷേ ഡിവൈൻ ലോക്ക് സാറ്റിസ്ഫാക്ഷൻ വരുത്തിയ യേശുവിന്റെ രക്തത്തെ പ്രതിനിധീകരിക്കുന്ന റെപ്രസെന്റ് ചെയ്യുന്ന പെസഹ കുഞ്ഞാടിന്റെ ചോരത്തളി ആചരിച്ചവർ, തീയിൽ ചുട്ടായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പിച്ചവരോട് കൂടെ തിന്നവർ, അവർക്ക് വേണ്ടി യഹോവ ചെങ്കടലിൽ പിളർന്നു. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി എത്ര ചെങ്കടൽ പിളർന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം ഞാൻ ഫിസിക്കലായ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. ഇതിന്റെ പുറകിൽ നിൽക്കുക നമ്മുടെ വിശ്വാസത്തിന്റെ തീഷ്ണതയൊന്നല്ല, നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടിന്റെ രക്തം. അതാണ് പുതിയ നിയമത്തിന്റെ സീൽ എന്ന് പറയുന്നത്. ഇതിന്റെ ആദ്യത്തെ പ്രകടനമാണ് ഈ വാട്ടർ ബാപ്റ്റിസം എന്ന് പറയുന്നത്. ഇതിന്റെ നീള ഈ ചെങ്കടലിൽ കൂടെ കടന്നു പോകുന്നത്. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ എല്ലാം തന്നെ ചെങ്കടലിൽ കടന്നു. മോശയോട് പറഞ്ഞോ വടി തിരികെ നീട്ടാൻ. ചെങ്കടൽ നേരെ കടന്നു വന്നത് കാണുമ്പോൾ കാണുന്ന ന്യായവിധിയാണ് ചിത്രത്തിൽ കാണുന്നത്. ഫറവോ സൈന്യം മുഴുവനും ചെങ്കടലിൽ മുങ്ങിപ്പോയി. ഇതേ കാര്യം തന്നെയാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. സ്തോത്രം. ഇതിന്റെ ഒറിജിനൽ കാര്യമാണ് ഈ ചിത്രത്തിൽ കൂടെ കാണാൻ പോകുന്നത്. അതായത് പഴയ നിയമത്തിലെ സമാഗമന കൂടാരം. ഇതിനെക്കുറിച്ച് അനേക ക്ലാസ്സുകൾ, ഏകദേശം 24 എപ്പിസോഡുകൾ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഓരോരോ ഉപകരണങ്ങൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എന്താണ് വാതില്, എന്താണ് യാഗപീഠം, എന്താണ് താമ്രത്തൊട്ടി, എന്താണ് ടെന്റ് ഓഫ് മീറ്റിംഗ് പ്ലേസ് അല്ലെങ്കിൽ സമാഗമന കൂടാരം, അതിൽ ഓരോ ഉപകരണങ്ങളെ കുറിച്ചുള്ള ഒരു ബ്രീഫ് വിശദീകരിച്ച് പഠിച്ചെടുക്കുന്ന വർഷങ്ങളെടുക്കും. ബ്രീഫ് ക്ലാസ് നിങ്ങൾക്ക് ഒരു 24 എപ്പിസോഡിൽ ഒതുക്കിയിട്ട് ഈ ചാനലിലുണ്ട്. നിങ്ങൾക്ക് സമയമെടുത്ത് വേണമെങ്കിൽ കാണാം. ഇവിടെ വാതിലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സുവിശേഷം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷം. അത് സുവിശേഷം കേട്ടിട്ടാണ് ഒരു ക്രിസ്തുവിന് വിശ്വസിക്കുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തു ആരാണെന്നും ക്രിസ്തു മനുഷ്യമായുള്ള ബന്ധം എന്താണെന്ന് വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. ഈ 4 തൂണുകളിലാണ് ഈ വാതിൽ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ അകത്ത് കടന്നാൽ ഈ സുവിശേഷത്തിൽ കൂടെ നാം കാണുന്നത് നിന്റെ പാപത്തിന് പരിഹാരമായ
ദൈവക്രോപത്താൽ വെന്തെരിയുന്ന ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന യാഗപീഠമാണ്. ഈ യാഗപീഠത്തിലേക്ക് നോക്കുമ്പോൾ നീ കാണേണ്ടത്, നീ വെന്തെരിയേണ്ട സ്ഥാനത്ത് നിനക്ക് പകരമായിട്ട് വെന്തെരിയുന്ന ക്രിസ്തുവിനെ, നിന്റെ സൃഷ്ടിതാവിനെ, നിന്റെ ന്യായദാതാവിനെ, നിന്നെ ന്യായം വിധിക്കുന്നവനെയാണ് നീ കാണേണ്ടത്. അത് കണ്ടിട്ട് നിന്റെ ഹൃദയം ഉരുകുന്നുണ്ടെങ്കിൽ, എൻ്റെ ദൈവമേ, ഞാൻ അനുഭവിക്കേണ്ട സ്ഥാനത്ത് നീ എനിക്ക് പകരമായിട്ട് അനുഭവിച്ചല്ലോ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അനുഭവിച്ചിട്ട് ആ റൈഷ്യസ്നെസ് എൻ്റെ വിശ്വാസത്തിൽ കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് കണക്കിടുവാൻ നീ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നല്ലോ എന്നുള്ള വിശ്വാസത്തോടുകൂടെ, സ്നേഹത്തിൽ, ഹൃദയ നുറുക്കത്തോടെ, സ്നേഹത്തിൽ നീ പേഴ്സണലായിട്ട് ഉയർത്തെന്നവനെ ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്നതാണ് സുവിശേഷം. ഹല്ലേലൂയ. അങ്ങനെ സ്വീകരിച്ചിട്ട് അടുത്ത കാര്യമാണ് താമരത്തൊട്ടി. അടുത്ത സ്റ്റെപ്പാണ് ഫസ്റ്റ് ഒബീഡിയൻസ്, ആണ് ഈ വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നടന്ന് മുന്നോട്ട് പോകുന്ന സ്തോത്രം. ഇതിന്റെ അവസാന നേരത്ത് കർത്താവ് ക്രൂശിൽ കിടന്നിട്ട് അവസാനം പറഞ്ഞത്, ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കം നിലവിളിച്ച്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് അർത്ഥം. സംഗീതത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നമുക്ക് വായിക്കാൻ സമയം തികയില്ല. എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല, പാതാളത്തിൽ കൈവിടുകയില്ല, അബാൻഡൻ ചെയ്യുകയില്ല, നിത്യമായിട്ട് വിട്ടുകളയുകയില്ല എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. പാതാളത്തിൽ പോകുകയില്ലെന്നല്ല എന്റെ അർത്ഥം. അനേകർക്ക്, ഇവൻ പ്രസിദ്ധരായ പല ദേവദാസന്മാർ പോലും യേശുവിന്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോകേണ്ട ആവശ്യമില്ലെന്നാണ് പ്രസംഗിക്കുന്നത്. യേശുവിന്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയിട്ടില്ലെങ്കിൽ ദൈവത്തിനും മാനവജാതിയെ ഫ്രീ ആയിട്ട് നീതീകരിക്കാൻ സാധ്യമല്ല. കാരണം മനുഷ്യനിൽ പാപം ആരംഭിച്ചത് അവന്റെ പ്രാണനിലായിരുന്നു. പ്രാണൻ ആഗ്രഹിക്കുന്നതാണ് ശരീരം ചെയ്യുന്നത്. ശരീരം ഇസ്സൽഫ് അതിന് ഒരു ആക്ഷൻ ഇല്ല. നിങ്ങൾ തന്നെ അന്ന് ശോധന ചെയ്ത് നോക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നല്ലോ നിങ്ങളുടെ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ മനസ്സല്ല നിങ്ങളുടെ കണ്ണിനുപയോഗിച്ച് കാണുന്നത്. നിങ്ങളുടെ മനസ്സല്ലയോ നിങ്ങളുടെ ചെവി ഉപയോഗിച്ച് കേൾക്കുന്നത്. നിങ്ങൾ കേൾക്കുന്ന ശബ്ദം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നിങ്ങളെ വിളിക്കുന്ന ഒരാളുടെ ശബ്ദം ഇന്ന ആളാണ് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നിങ്ങളുടെ ചെവിയിൽ കൂടെ കേട്ട് ആ ശബ്ദം നിങ്ങളുടെ ബ്രെയിനിൽ ചെന്നിട്ട് ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഫ്രീക്വൻസി മനസ്സിലാക്കിയിട്ട് ഇന്ന ആളെ വിളിക്കുന്നത്. കാക്ക കരയുമ്പോൾ കാക്ക ശബ്ദമെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾ തന്നെ ചോദന ചെയ്ത് അറിയാൻ സാധിക്കും. ഇപ്പൊ മനുഷ്യന്റെ പ്രാണനിലാണ് പാപം ആരംഭിച്ചത്. അതാണ് സംഗീതകാരൻ 18-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. സ്തോത്രം. സ്തുതിയായ യഹോവേ, ഞാൻ വിളിച്ചപേക്ഷിക്കും, എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണപാശകൾ എന്നെ ചുറ്റി. 2 Corinthians 5:21 പറയുന്നത്, പാപം അറിയാത്തവരെ നാം അവനെ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമാക്കി. ക്രൂശിൽ കിടക്കുന്നത് മനുഷ്യപുത്രനല്ല, ദൈവപുത്രനല്ല, പാപം. അതായത് ഡിവൈൻ ലോയുടെ മുമ്പിൽ കാണുന്നത് പാപം. പാപത്തിന്റെ മേൽ വരുന്ന ദൈവത്തിന്റെ ക്രോധാഗ്നിയാണ് വെളിപ്പെടാൻ പോകുന്നത്. അപ്പോൾ മരണദൂതൻ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ദൈവനീതിയാൽ ശിക്ഷിക്കപ്പെടുന്ന പാപമാണ് ക്രൂശിൽ കിടക്കുന്നത്. അപ്പൊ മരണദൂതന് ആ പ്രാണമേൽ അവകാശം കിട്ടുകയാണ്. അങ്ങനെ ആ മരണദൂതൻ ആ പ്രാണനെ പാതാളത്തിലേക്ക് കൊണ്ടുപോകുന്നത് ദാവീദ് തന്റെ പ്രാണനിൽ അനുഭവിച്ചുകൊണ്ടാണ് സങ്കീർത്തനം എഴുതിയത്. ഇത് ഒരു ആത്മാവ് ചൊല്ലിക്കൊടുത്ത് എഴുതിയതല്ല. മറ്റു മിത്തോളജികളിലോ അല്ലെങ്കിൽ ഖുറാനിലൊക്കെ പറയുന്ന പോലെ ഒരു സ്പിരിറ്റ് വന്ന് ചൊല്ലിക്കൊടുക്കുന്നതല്ല. ഇത് എൻ്റെ പ്രാണനിൽ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളതാണ്. എൻ്റെ തന്നെ മരണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മരണം വഹിക്കുക എന്നൊക്കെ വേണം. അവരുടെ ഗ്യാപ്പിൽ നിന്നിട്ട് അവരനുഭവിക്കേണ്ട മരണം എൻ്റെ സോളിലേക്ക് വെളിപ്പെടുത്തി അതിന്മേൽ അയ്യം പിടിച്ച് കർത്താവേ സ്തോത്രം, നീ ഉയർത്തെന്നിട്ടാണ് എന്നിൽ വെളിപ്പെട്ട് ഈ മരണത്തിൽ എന്നെയും ആ വ്യക്തിയെ രക്ഷിക്കണമെന്ന് ദൈവസ്ഥാനത്തിൽ ഗ്യാപ്പിൽ നിന്നിട്ട് ഇന്നും ഈ പ്രവൃത്തി നടക്കുന്നുണ്ട്. ഇത് അനുഭവിക്കാത്തവർ പൊങ്ങച്ചത്തിന് വേണ്ടി പറയാൻ അതിൻ്റെ ആവശ്യമില്ലെന്ന്. അവരൊന്നും വീണ്ടും ജനം പ്രാപിച്ചവരല്ല, ക്രിസ്തുവിലുള്ളവരല്ല. നിങ്ങളൊക്കെ വഞ്ചിക്കുന്ന വഞ്ചകന്മാരാണ്. ആമേൻ സ്തോത്രം. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ പ്രേമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് തന്നെ വിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പ് ഞാൻ കഴിച്ച പ്രാർത്ഥന അവന് ചെവിയിലെത്തി. ഇതിനെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഹീബ്രു ചാപ്റ്റർ 5:7.
ലൈംഗിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്, ഇത് ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയല്ല. ഗെത്സമന തോട്ടത്തിൽ താൻ പ്രാർത്ഥിച്ചിട്ട് തന്നെ ഫിസിക്കലായി മരണത്തെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെ പ്രായശ്ചിത്തം താൻ ഇഷ്ടപ്പെടുന്നവനാണോ? താൻ സ്വമേധയ ഇതെല്ലാം അറിഞ്ഞിട്ട് താൻ തന്നെ പ്രവാചകന്മാരിൽ കൂടെ ദാവീദ് കൊടുത്തൊക്കെ എഴുതി കൊടുത്ത് താൻ തന്നെയാണ്, തൻ്റെ ആത്മാവ് തന്നെയാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെയാണ് പ്രവാചകന്മാരിൽ വസിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത്, ക്രിസ്തുവിന് വരാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. എന്നാൽ തൻ്റെ ഏറ്റവും സെപ്പറേഷൻ, അതിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോട് കണ്ണുനീരോട് കൂടെ അപേക്ഷിക്കുകയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു നിഴലാണ് യോനയുടെ കാര്യം. ഇപ്പം ഒരു സമയമില്ല. യോനയുടെ പുസ്തകം 2-ാം അധ്യായം നിങ്ങൾ ധ്യാനിച്ചൊന്ന് വായിച്ചാൽ മതി, നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തി കിട്ടും. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ 3 രാവും 3 പകലും ഇരിക്കും. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന് 40-ാം വാക്യം വായിച്ചിട്ട് യോനയുടെ പുസ്തകം 2-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കാം. അപ്പം നിങ്ങൾക്ക് ആത്മാവി ഇതിന് ഉത്തരം വെളിപ്പെട്ട് കിട്ടും. സ്തോത്രം. പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒന്ന് നോഹയുടെ കാലത്ത് സംഭവിച്ചത്, മറ്റൊന്ന് ഇസ്രായേൽ മക്കളുടെ എക്സോഡസ്, വരുവാനുള്ള പെസഹ കുഞ്ഞാടിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ടുള്ള ചോരച്ചെതി. അതായത് ഡിവൈൻ ഗവൺമെന്റിന്റെ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തുന്ന വിധത്തിലുള്ള ചോരത്തടി ആചരിച്ചവർ, തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പിച്ചീരയോടും കൂടെ തിന്നുകൊണ്ട് ചെങ്കടൽ കരയിൽ വന്നവർക്ക് വേണ്ടി ഫറവോ സൈന്യം പുറകിൽ വന്നപ്പോൾ അഗ്നിസ്തംഭം പുറകിൽ പോയി നിന്നു. മോശയോട് പറഞ്ഞു, ചെങ്കടൽ വിവാഹിക്കുക. ചെങ്കടൽ അവരുടെ മുമ്പിൽ വായിക്കപ്പെട്ടു. ചെങ്കടൽ കടന്നു. ചെങ്കടൽ കടന്ന പറഞ്ഞ് അവര് ചെങ്കടലിലും ആത്മാവിലും, അത് മേഘത്തിലും സ്നാനപ്പെട്ട് മോശയോട് ചേർന്നു. Baptized into Moses. That's why they obliged to Moses, to the covenant and to the law. അതേപോലെ ക്രിസ്തുവിനോട് ചേരുവ സ്നാനപ്പെട്ടവർ തെക്ക് വടക്ക് നടക്കാനല്ല, യു ആർ ഒബ്ലൈസ്ഡ് ടു ഒബേ ദ ക്രൈസ്റ്റ് റിസറക്റ്റഡ്. ക്രിസ്തുവിന്റെ ആത്മാവ് നിന്നിൽ വസിച്ചുകൊണ്ട് അവൻ നിനക്ക് തരുന്ന ഓരോ ഇൻഡ്യൂഷൻസും അനുസരിച്ചാൽ മാത്രമേ നിനക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഓരോ ഇൻസ്റ്റൻസും നീ അനുസരിക്കുമ്പോൾ മാത്രമേ ക്രൂശിൽ ക്രിസ്തു നേടിയ റൈഷ്യസ്നസ്, നീതീകരണം നിനക്ക് സൗജന്യമായിട്ട് കണക്കിടുന്നുള്ളൂ. അപ്പോൾ നീ പാപം ക്ഷമിക്കപ്പെട്ടവനായിട്ടല്ല, ക്രിസ്തു ഒരു കാലത്ത് പാപം ചെയ്തിരുന്ന പോലെ നീ ക്രിസ്തുവിൽ അനുസരണമുള്ളവനായിട്ട് വരുമ്പോൾ നിന്നെയും ഒരു കാലത്തും പാപം ചെയ്യാത്തവനായിട്ടാണ് ഡിവൈൻ ഗവൺമെന്റ് കണക്കിടുന്നത്. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബെനിഫിറ്റ് ഓഫ് the baptism and obedience to Christ. ഇങ്ങനെ വിശ്വാസ സ്നാനം പറ്റ് ക്രിസ്തുമായിട്ട് ഒന്നായി ചേർന്ന് ഒബീഡിയൻസിൽ ഒന്നായി ചേരുന്നവർ കാഹളനാദം കേട്ട് എടുക്കപ്പെടുന്നതിന് ശേഷം ഈ ഭൂമി നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയ സിംബോളിക് വ്യൂ ആണ് നിങ്ങളിവിടെ കാണുന്നത്. നോഹയുടെ കാലത്ത് സംഭവിച്ചതും ചെങ്കടൽ വിവാഹിച്ചതിന് ശേഷം ഫറവോയ്ക്ക് അവരുടെ സൈന്യത്തിന് സംഭവിച്ചത് ഇതേപോലെ തന്നെയാണ്. കർത്താവ് പറഞ്ഞു, ഒരു പാസ്റ്റർ പറഞ്ഞതല്ല, ഒരു അപ്പസ്തോലൻ എഴുതി വെച്ചതല്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും സംഭവിക്കും. കാട്ടിൽ കിടന്ന മൃഗങ്ങള്, ആകാശത്തെ പറവകള് നോഹയുടെ പ്രസംഗം കേട്ട് രൂപാന്തരം പ്രാപിച്ച് അവ തന്നെ കടന്നു വന്ന് അവർക്ക് കൂട്ടത്തിലെ മറ്റു മൃഗങ്ങളെ ഒബ്സഷൻ അല്ലായിരുന്നു. അവർക്ക് ഭയമില്ല. മാനിന് സിംഹത്തെ കണ്ടപ്പോ ഭയമില്ല. ഈ പെട്ടകത്തിനകത്ത് സ്തോത്രം സിംഹത്തിനൊരു കൂട്, പുള്ളിപ്പുലിക്കൊരു കൂട്, ആനയ്ക്കൊരു കൂട്, മയിലിനൊരു കൂട്, മാനൊരു കൂട്, അങ്ങനെ സെപ്പറേറ്റ് അല്ല. ഒന്നും കടിച്ചു കീറുന്നതില്ല. എല്ലാം രൂപാന്തരം പ്രാപിച്ചതാ. ഇന്ന് പെന്തക്കോസ്ത് സഭയിൽ ആരാധന കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടറിയുടെ മേലില് ഞാൻ പറയുന്നുണ്ടല്ലോ, മറന്നു കിടന്ന് തുപ്പുന്നത് നല്ലതല്ല. എല്ലായിടത്തും ഉണ്ട്. എക്യുമെനിക് സഭയിലും ഉണ്ട്. കോടതി പോക്കും, ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്കെതിരെ കേസ്, ഹൈക്കോടതി പോക്ക്, അടി, തല്ല്, കൊലപാതകം. നീ ആരാ വിശ്വസിച്ചിരിക്കുന്നത്? ആരാ നിന്നിൽ വാഴുന്ന നിനക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നോഹയുടെ പെട്ടത്തിനകത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം എന്താ പറയുക, രൂപാന്തരം പ്രാപിച്ചത് മാത്രമേ പെട്ടകത്തിൽ കടന്നുള്ളൂ. അതേപോലെ തന്നെയാണ് തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പിച്ചിലോട് തിന്നുന്ന നിനക്ക്
രൂപാന്തരം സംഭവിച്ചിരിക്കും. അല്ലെങ്കിൽ യു വിൽ ബി ഔട്ട്, യു വിൽ ബി ദ ഈജിപ്റ്റ് ഓൺലി. നീ ഒരു പക്ഷെ ചോരത്തലി ആചരിച്ചതായിരിക്കാം, പക്ഷേ നീ കിടക്കുന്ന മിസ്രൈമിൽ തന്നെയാണ്. അന്ന് രാത്രി ആരും വാതിലിന് പുറത്ത് കടക്കരുന്നൊരു വാക്യം കൂടിയുണ്ട്. കടന്നാൽ എന്താ? മരണം സംഭവിക്കും. ഇത് പലരും വിശ്വാസ സ്നാനം പോലും ഏറ്റു. പക്ഷേ അന്ന് രാത്രി എന്ന് പറഞ്ഞാൽ ഇനി യേശു ക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമി ഭരിക്കുന്നവരേക്ക് രാത്രി തന്നെയാണ്. ആരെങ്കിലും ലോകമായിട്ട് ഇടപെടാൻ ലോകത്തിലേക്ക് പോയാൽ അപ്പോസ്തലൻ യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ജഡമോഹം, കൺമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം ഇതൊന്നും പിതാവിനുള്ളതല്ല, ഈ ലോകത്തിൽ നിന്നത്രേ. എവിടെയെങ്കിലും ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കത്തക്കവണ്ണം, കണ്ണിൻ്റെ മോഹം നിവർത്തിക്കത്തക്കവണ്ണം, ജീവിതത്തിൻ്റെ പ്രതാപം നിവർത്തിക്കത്തക്കവണ്ണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കൂടാതെ വാഴുവാൻ വേണ്ടിയുള്ള ഒരു കരുതൽ, അതിനാണ് ജീവിതത്തിൻ്റെ പ്രതാപം എന്ന് പറയുന്നത്. ആവശ്യം വന്നാൽ കരുതാൻ വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുന്നത്. എപ്പോഴെങ്കിലും ക്രിസ്തുവിന് അല്പം വന്നാൽ തൽക്കാലം ലോകത്തിലേക്ക് ഇരുത്തോടിൽ കാലുവയ്ക്കെന്ന് ഏലിയാവിൻ്റെ കാലത്ത് പറഞ്ഞതുപോലെ ഇതൊന്നും നിത്യതയിലേക്ക് പ്രവേശിക്കുന്നതല്ല, പെട്ടകത്തിലല്ല. നോഹ 120 വർഷത്തോളം അനുസരണക്കേട് കാണിച്ചവരുടെ കൂടുതൽ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ പ്രസംഗിച്ചുകൊണ്ട് നടന്നു. ഒരൊറ്റെണ്ണം പെട്ടത്തിൽ കയറിയില്ല. അതേപോലെ തന്നെ ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുമ്പോൾ പരിഹാസമാണ്. തീയിൽ ചുട്ടായിട്ടുള്ള മാംസം പുളിപ്പര തപ്പത്തോടും കയ്പിച്ചവരും കൂടെ തിന്നണമെന്ന് പറയുമ്പോൾ ഇത് കഠിനവാക്ക്, ഇതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ നിങ്ങളുടെ ബുദ്ധിയിൽ ചിന്തിച്ചുണ്ടാക്കുന്നത്. ദൈവം സ്നേഹമല്ലയോ? സ്തോത്രം. ദൈവം പാപം ക്ഷമിക്കുകയാണോ പാപത്തെ മറയ്ക്കുകയാണോ എന്ന് ദാവീദ് ശരിക്കും മനസ്സിലാക്കി. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പാപത്തിൻ്റെ ശിക്ഷ ദൈവം ക്ഷമിക്കുകയല്ല ചെയ്യുന്നത്, ഈസ് ഹൈഡിങ് ഇൻ ക്രൈസ്റ്റ്. നീ ക്രിസ്തുവിൽ മറഞ്ഞാൽ ക്രിസ്തുവിന് കിട്ടേണ്ട പ്രതിഫലങ്ങളാണ് നിനക്ക് കിട്ടുന്നത്. ദൈവം ഈ വചനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും കർത്താവ് നിന്റെ നാമത്തിൽ ദൈവരാജ്യത്തെ വേർതിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിൽ കൂടെ ഭാവി കാലങ്ങളിൽ കേൾക്കുന്ന ജനത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഇത്രയും സമയം കർത്താവ് കൂടെ ഇരുന്നല്ലോ. തിരുനാമം മാത്രം എടുത്താട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.